ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ. ശ്രീ ഹരേ നമഃ. ഹരേ ഗുരുവായൂരപ്പാ ശരണം, ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം, മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പാ ശരണം, സർവേശ്വര മംഗലത്തപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ രാപ്പാള് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വച്ചിട്ടായിരുന്നു സത്സംഗം ഉണ്ടായിരുന്നത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു സത്സംഗത്തിന് അത് റെക്കോർഡ് ചെയ്യണമെന്ന്. പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഒരുപാട് ആ കഥ നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുല്ലോർലിത്തേവരുടെ നടയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ആ കഥ പറയാം. അതുപോലെ ആവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്നുകൂടി ആ കഥ പറയാം എന്നാണ് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തിരുവോണോട്ടാണ്, ധാരാളം പേര് കേൾക്കാനുണ്ടാവും. അപ്പോൾ എല്ലാവർക്കുമായിട്ട് കഥ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇത് പറഞ്ഞുകൊണ്ട്. ചിലപ്പോൾ ഭഗവാൻ ഒരു സെലക്ഷൻ ഉണ്ട്. കാരണം സെലക്ട് ചെയ്തതെന്ന് പറയുന്നത് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ അമ്മ വന്നതാണ്. അപ്പോൾ കുറേ കാലമായിട്ട് അമ്മയെ കാണാറില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ കാലമായിട്ട് കാണാറില്ല. അപ്പോൾ അതാണ് പറയുന്നത്, സെലക്ട് ചെയ്തിട്ട് ഭഗവാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ പ്രേമഭാവം പോലെ, ഭക്തിഭാവം പോലെ അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് അനുഭവമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കാരണം നമ്മളൊക്കെ വിചാരിക്കുക നമുക്കൊക്കെ ഭക്തി ഉണ്ടെന്ന്. ഞാൻ അങ്ങനെ കുറേ കാലം വിചാരിച്ചായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഭക്തിയാണ്. അത് ചെറുപ്പത്തിലൊക്കെ ഓരോരുത്തർ നല്ല നാമം ജപിക്കുക, അമ്പലത്തിലേക്കൊക്കെ പോവുക, പറയും എന്തൊരു ഭക്തിയാന്ന് പറയുമ്പോൾ ഒരു അഭിമാനമാവും, ഞാൻ വലിയ ഭക്തിയാണെന്ന്. പക്ഷേ അത് ആ ഒരു അഭിമാനം ഈ അടുത്ത കാലത്തൊക്കെ അതിങ്ങനെ അത്ര ശിഥിലമായിട്ട് പോയിരുന്നതാണ്. കാരണം ഭക്തിയുടെ തലം ഇതൊന്നുമല്ല എന്ന് ഭഗവാൻ പല രീതിയിൽ നമ്മളെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഭക്തിക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, അവിടേക്ക് എത്താനുള്ള പരിശ്രമമായിട്ടേ ഉള്ളൂ. ആ ഭക്തന്മാരുടെ കൂടെ നിന്ന് അവരുടെ ഓരോന്നും നമുക്ക് അനുഭവമാകുമ്പോൾ ഭക്തിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറപ്പാവുക ചെയ്യണം. അപ്പോൾ ഭഗവാന്റെ കഥകളെ പറഞ്ഞും നാമം ജപിച്ചിട്ടും മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. അത് ഗോപികമാരെ പോലെ ആവണം എന്നാണ് പറയുക. ഭക്തിയുടെ ഏതുവരെ ഭക്തി വേണം വെച്ചാൽ ഗോപികമാരെ പോലെ ഉണ്ടാവണം, അത്രയും വേണം, ആ തലത്തിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. ഗോപികമാർക്ക് എന്താണ്, വേറെ ഒന്നുമല്ല, ഭക്തിക്കും കൂടി വേണ്ടിയിട്ടല്ല അവർ ഭക്തി ചെയ്യണേ. അവർക്കൊരു ഇഷ്ടമാണ്, ഗുരുവായൂരപ്പനെ ഇഷ്ടമാണ്, കണ്ണനോട് ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം ഭഗവാൻ തിരിച്ചറിയണമെന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല. അത്രയും ഇഷ്ടമാണ് അവർക്ക്. കണ്ണനെ എപ്പോഴും കൂടെ ഉണ്ടാവണം, കണ്ണൻ കൂടെ നടക്കണം, അങ്ങനെ പല പല ആഗ്രഹങ്ങളിൽ കൂടിയാണ് അവർക്ക് ആ ഒരു ഭക്തിയുടെ തലത്തിലേക്ക് അവരെത്തിയത്. ഭഗവാൻ ഭക്തർ ചുരുക്കം പേരെ മാത്രമേ ഭക്തിയുള്ളവരെന്ന് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും ഉയർന്നതായിട്ട് പറയണത്. അപ്പോൾ അതുവരെ എത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ എത്ര ജന്മജന്മാന്തരങ്ങൾ കഴിയുമ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് തന്നെ പൂർവ്വജന്മത്തിൽ ചെയ്ത ഏതൊക്കെയോ സുഹൃത്തിൻ്റെ ഫലം കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ഉള്ളിൽ ഭക്തി വർദ്ധിക്കണം. ആ ഭഗവാന്റെ കഥ പറയാൻ ഒരു വസ്തുവായിട്ട് ഇവിടെ ഇരിക്കണമല്ലേ. ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയണു, ഒരു മൈക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ആ മൈക്കിൻ്റെ ഉള്ളിൽ കൂടെ ശബ്ദം വരുന്നുണ്ടെങ്കിലും പറയണ ആളാരാണോ, മൈക്കല്ല അല്ലേ.
അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ വ്യക്തി ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ആ വ്യക്തിയാണോ അത് പറയണല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു തരണത് ഭഗവാനാണ്. ഓരോ തലത്തിനനുസരിച്ച് ഭഗവാൻ പറഞ്ഞു തരണം. അപ്പോൾ അത് വേണ്ടതുപോലെ ആ ഭഗവാൻ പറയുമ്പോൾ പറയുന്നതായിട്ടിരിക്കുന്ന ആൾക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ ഭക്തി ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകളിൽ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അത് നമുക്ക് കാരണം എന്താ വെച്ചാൽ അതുപോലെ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അതുപോലെ ആവുമെന്ന് പോലും നിശ്ചയില്ല. എന്നാലും ഭഗവാന്റെ ആ മുല്ലോർലി തേവരാണ് ഇവിടെ ഇരുന്ന് കഥ പറയണത്. അന്ന് അവിടെ ചെന്നപ്പോൾ ശരിക്കും രാപ്പാള് ആ ഉണ്ണിക്കണ്ണനാ കഥ പറഞ്ഞു എന്നുള്ളത്. ആ ഉണ്ണിക്കണ്ണൻ്റെ കുറുമ്പ് മുഴുവനും അവിടെ ഞാൻ അനുഭവിച്ചതാണ്. അന്ന് ശരിക്കും അനുഭവിച്ചു. കുറുമ്പ് നമ്മുടെ കൂടെ നിന്നിട്ട് അതിമനോഹരനായിട്ടാണ് കണ്ണൻ നിൽക്കണേ. കണ്ണനെ ഒരു ഉണ്ണിക്കണ്ണനാണ്. ഇങ്ങനെ എണീറ്റിങ്ങനെ നിന്നാൽ വീഴാൻ പോണ ഭാവത്തിലുള്ളൊരു അത്രയും ആ ഒരു ഭാവമുള്ളൂ ആ കണ്ണൻ. അത്രയും സുന്ദരനാണ്. അത്രയും വാരിച്ചെന്ന് എടുത്തു വയ്ക്കാൻ തോന്നുന്ന ഒരു ഭാവമാണ് ആ കണ്ണന്. അപ്പം അത് ഈ ഒരു ഈ ധനു 30 വരെയുള്ളൂ ദധ്യന്നം. എല്ലാ കാര്യത്തിനും അവിടെ ആ ദധ്യന്നം നിവേദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പറഞ്ഞു. രാവിലെ നേരത്തെ 7 മണിയാകുമ്പോഴേക്കും അവിടെ എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടുത്തെ മനോഹരമാണ്. അവിടെ ധാരാളം കുട്ടികൾ വരും അത് കഴിക്കാൻ വേണ്ടി. അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കും, നമുക്കും വിളമ്പി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവരെ പ്രദക്ഷിണം വെച്ച് ഹരേ രാമനാമൊക്കെ ജപിച്ച് നമുക്കിപ്പോൾ ആ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ, കാരണം അതിലൊരാൾ കൃഷ്ണനാണെന്നാണ് സങ്കല്പം. അപ്പോൾ അത് നമ്മൾ നൽകണത് ആ കൃഷ്ണൻ വാങ്ങണമെന്നുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ. അപ്പോൾ ആ ഉണ്ണിക്കണ്ണൻ്റെ മുമ്പിൽ ആ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് ഇവിടെ നമുക്കും ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് നമ്മുടെ മുല്ലോർലി തേവരും. ഏത് ഭാവത്തിലോ നിന്നോട്ടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കണ്ണൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് പറയണ വാക്കുകൾ ഭഗവാൻ വേണ്ടതുപോലെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കണ്ണൻ്റെ ബാലലീലകളെ പറ്റി പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് യശോദാമ്മയാണ് അല്ലേ. എന്നെ തപം ചെയ്തനോ യശോദ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പാടാനറിയാത്തതുകൊണ്ട് പാടണില്ല എന്നുള്ളൂ. അതെ, എന്ത് തപസ്സാണ് യശോദ ചെയ്തത് എന്ന് ചോദിക്കുന്നു. അത്രയും കാരണം സാക്ഷാൽ ആ ബ്രഹ്മത്തെ പാലൂട്ടി താരാട്ടി ഉറക്കി മടിയിൽ കെടുത്തി ഉറക്കി ആഹാരമൊക്കെ കൊടുത്ത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം ലഭിച്ചില്ലേ എന്നതാ ഋഷീശ്വരന്മാർ ചോദിക്കുകയാണ്. ഈ യശോദ ചെയ്ത ആ പുണ്യം എന്താണെന്ന് ചോദിക്കുന്നു. അത്രയും ആ പരമപുണ്യവതിയാണ് യശോദ. അപ്പോൾ ആ യശോദയിൽ നിന്നാണ് കണ്ണനിലേക്ക് തുടക്കം. യശോദാദേവിക്ക് എത്രയോ കാലം പ്രാർത്ഥിച്ച് ആറ്റുനോറ്റിരുന്ന് കിട്ടിയ കുട്ടിയാണ്. പറയണു 45 വയസ്സിലൊക്കെയാണ് അത്ര ഉണ്ണിക്കണ്ണൻ യശോദയ്ക്ക് ജനിച്ചത്. 45 വയസ്സ്. അപ്പോൾ ആ പ്രായത്തിൽ വാസ്തവത്തിൽ യശോദ ഗർഭം ധരിച്ചത് യോഗമായ ദേവിയാണെന്നുണ്ടെങ്കിൽ അത് 45 വയസ്സിലാണെന്നാണ് പറയണത്. അതുവരെയും ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ച് പിന്നീട് ആ ഒരു മാസം മുറയൊക്കെ ഇല്ലാണ്ടായിപ്പോൾ എല്ലാവരും കരുതിയത് വയസ്സ് 40-45 ആയിട്ട് അവർക്ക് നേരത്തെ ഇതില്ലാണ്ടാവും അതാവും എന്നാണ് കരുതിയത്. പിന്നീടാണ് യശോദ ഗർഭവതിയാണെന്ന് അറിയണത്. അത് ആ യശോദ അങ്ങനെ ആറ്റുനോറ്റുണ്ടായിട്ടാണ് ആ യോഗമായാദേവിയാണ് പ്രസവിച്ചതെന്നുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണനെ വളർത്താൻ പാലൂട്ടാനൊക്കെ യോഗം ആ അമ്മയ്ക്ക് സിദ്ധിച്ചു. അമ്മയുടെ ആ പൂർവ്വജന്മത്തിലെ തപസ്സിൻ്റെ ആ ഒരു സുഹൃതം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അമ്മയുടെ മകനായിട്ട് ആ ഉണ്ണിക്കണ്ണൻ അവിടെ ഓടിക്കളിക്കണം. ഓരോരോ കുറുമ്പുകൾ ഓരോ ദിവസവും എത്ര കുറുമ്പ് കാണിച്ചാലും ആ യശോദാമ്മയ്ക്ക് കുറുമ്പ് കാണിക്കുമ്പോൾ ദേഷ്യം വരും വിചാരിച്ചാലും കണ്ണൻ്റെ ഒരു പൊട്ടിച്ചിരിയോ ഒരു കള്ളഭാവമോ കണ്ടാൽ അതോടുകൂടിയിട്ട് ആ ദേഷ്യമൊക്കെ പോവും എന്നുള്ളതാണ് യശോദാമ്മയ്ക്ക് ആ
ഭഗവാന്റെ മുഖത്തൊക്കെ നോക്കിയാൽ അതങ്ങനെയാണല്ലോ. എല്ലാ വിധത്തിലുള്ള എന്ത് തന്നെ ദുഃഖങ്ങൾ നമുക്കുണ്ടായാലും, എത്ര പ്രാരാബ്ധ ദുഃഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, ചിലപ്പോൾ ദേഷ്യഭാവത്തോട് കൂടിയിട്ടാവും, ചിലപ്പോൾ ഭാവത്തോട് കൂടിയിട്ടാവും, ചിലപ്പോൾ നിരാശയോട് കൂടിയിട്ടാവും, ഇവിടെ വന്ന് തേവരുടെ മുമ്പിൽ അങ്ങോട്ട് വന്ന് നിന്ന് ആ മുഖത്തൊക്കെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഭാവമൊന്നുമില്ല. പിന്നെ നമുക്ക് ശാന്തമായി അല്ലേ. പിന്നെ ആ ഉണ്ണിയോട് എപ്പോഴും വർത്തമാനം പറയണം. നമ്മളിവിടെ വന്ന് നിന്നാൽ മാത്രം പോരാ, നമ്മളോട് ഭഗവാൻ സംസാരിച്ച് തുടങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അല്ലേ. കുട്ടികളൊക്കെ എങ്ങനെയാണ്, കുട്ടികളോട് നമ്മൾ സംസാരിക്കുക എങ്ങനെയാണ്, ആദ്യം അതിനെ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലേ. കുട്ടികളെന്ന് മാത്രമല്ല, ചില പക്ഷികളെയൊക്കെ ഇപ്പോൾ കേൾക്കാം. പക്ഷികളൊക്കെ തത്തമ്മ മാത്രമൊന്നുമല്ല, മൈനയൊക്കെ സംസാരിക്കുന്നുണ്ട്. എത്ര ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു മൈനയുടെ സംസാരം കേട്ടു. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അവരവരുടെ പേര് പറയണു, കേൾക്കണ ശബ്ദം ആവർത്തിച്ച് പറയണു. അതെന്താ, അവരോട് കുറേ പറയുമ്പോഴാണ് അവർ പറയുക. അതുപോലെ നമ്മൾ ഭഗവാനോട് വർത്തമാനം പറയാൻ തുടങ്ങിയാൽ നമ്മളും എത്രയോ സന്ദർഭങ്ങളുണ്ട് നമുക്ക് ഭഗവാനും തന്നെയായിട്ട് സ്വകാര്യ നിമിഷങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സമയത്തൊക്കെ ശരിക്കും ആരുമില്ലാണ്ട് രഹസ്യമായിട്ട് സംസാരിക്കാനായിട്ട് കാത്തു നിൽക്കണവരാരാ? കാമുകന്മാരാണ് അല്ലേ. അവരവരുടെ ആ പ്രണയിതാക്കളോടാണ് രഹസ്യമായിട്ട് സംസാരിക്കാൻ. അതേ മനോഭാവം വേണത്രേ ആ ഭഗവാനോട് സംസാരിക്കുമ്പോൾ. ആ ഭഗവാൻ ആരുമില്ലാത്ത സമയത്തൊക്കെ അങ്ങനെ നമുക്ക് സംസാരിക്കുക, മറ്റാരും അറിയാണ്ട് രഹസ്യമായിട്ട് ഭഗവാനോട് അത്രയും ആ ഒരു പ്രേമഭാവമാണ് വേണ്ടത്. ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഭഗവാനോട് നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ ഭഗവാൻ നമ്മളോടും സംസാരിച്ച് തുടങ്ങും. പലപ്പോഴും നമ്മളോട് പല ഭാവത്തിൽ വന്ന് നമ്മളോട് അതൊക്കെ പറഞ്ഞു തരും, അനുഭവമാവും നമുക്കതൊക്കെ. അപ്പോൾ യശോദാമ്മയും അതേ കണ്ണനോട് എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടാ കണ്ണനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഒരുക്കുമ്പോഴൊക്കെ യശോദാമ്മ. അങ്ങനെ കണ്ണനൊക്കെ ഇങ്ങനെ ഓടി നടന്ന് കുറുമ്പൊക്കെ കാണിച്ചു തുടങ്ങണ ഒരു പ്രായമായി. അങ്ങനെ വളർന്ന് ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു ദിവസം യശോദാമ്മ ആ കണ്ണനെ വൈകുന്നേരം നേരത്ത് കണ്ണനെ ആ പൊടിയിലും മണ്ണിലൊക്കെ ഓടി നടന്ന് കളിച്ച് ആകെ മണ്ണോട് കൂടിയിട്ടാണ് കയറി വരണേ. അപ്പോൾ ആ കണ്ണനെ നല്ലോണം കുളിപ്പിച്ച് വൃത്തിയാക്കി. സാധാരണ കുട്ടികൾക്ക് എങ്ങനെയാണ്, വൈകുന്നേരം മേല് കഴിച്ചാൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളൊക്കെ അങ്ങനെയല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ കണ്ണൻ അങ്ങനെ പോരാ. കണ്ണനെ രാത്രി കിടക്കുമ്പോഴും ഒരുങ്ങിയിട്ട് കിടക്കണം. എപ്പോഴും കണ്ണന് ഒരുങ്ങണം സുന്ദരനായിട്ട്. കാരണം അത് തന്നെയാണ് ഏത് സമയത്ത് ആയാലും ആ കണ്ണൻ ഒരുങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഭഗവാന് പറയും, എനിക്ക് പട്ടുകോണം ഉടുപ്പിച്ച് തരണ അമ്മേ. ആ പട്ടുകോണം ഉടുപ്പിക്കൽ പോട്ടെ, എല്ലാ ആഭരണങ്ങളോടും കൂടിയിട്ടൊക്കെയാണ് കണ്ണൻ കിടക്കുക. അപ്പോൾ ഭഗവാനെ വൈകുന്നേരം യശോദാമ്മ മേലൊക്കെ കഴുകിച്ച് തുടപ്പിച്ച് ആ മുടിയൊക്കെ നല്ല ഭംഗിയിൽ കെട്ടി അതിൽ മയിൽപ്പീലിയൊക്കെ ചൂടി അതിന് ചുറ്റും ആ വെളുത്ത മുത്തുമാലകളെ കൊണ്ടൊക്കെ അലങ്കരിച്ച് അതിമനോഹരമായിട്ടുള്ള ഗോപിക്കുറിയൊക്കെ തൊടിയിച്ച് അതിസുന്ദരമായ കണ്ണുകളൊക്കെ നീട്ടി എഴുതി ആ കാതിൽ മകരകുണ്ടലങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് ആ കഴുത്തിൽ കയ്യിലൊക്കെ ആഭരണങ്ങളൊക്കെ അണിയിച്ചു കൊടുത്ത് ആ പട്ടുകോണമൊക്കെ കൊടുപ്പിച്ച് അരയിൽ അരഞ്ഞാണം കാലിൽ പാദസരങ്ങളൊക്കെ ഇടിയിച്ച് കൊടുത്ത് സുന്ദരനായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു, വരൂ കണ്ണ, നമുക്ക് നാമം ജപിക്കാം എന്ന് പറയാം കണ്ണനോട്. സന്ധ്യ നേരത്ത് മേലൊക്കെ കഴിച്ച കുട്ടികളെ മടിയിലിരുത്തിയിട്ട് അമ്മമാർ നാമം ജപിക്കണം. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അമ്മമാരോ മുത്തശ്ശിമാരൊക്കെ നാമം ജപിക്കും. അങ്ങനെയാണ് കുട്ടികളെ വളർത്തുക, അവരുടെ ഉള്ളിൽ ആ ശീലത്തിനെ പകർന്നു കൊടുക്കുക. അപ്പോൾ വരൂ കണ്ണ, നാമം ജപിക്കുക എന്ന് പറയും. അപ്പോൾ കണ്ണൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ ചെന്നിരിക്കുമ്പോഴും അമ്മ നാരായണ എന്ന് പറയുമ്പോൾ കണ്ണന് നാണാവുക പറയാൻ. കണ്ണൻ പറയും, നാരായണ ഞാനമ്മേ എന്ന് പറയും. പിന്നെയും പറയാം, ഞാനാന്നല്ല കണ്ണ, നാരായണ എന്ന് പറയും. ഞാനാണമ്മേ. അപ്പോഴും പറയും, അങ്ങനെയല്ല കണ്ണ, നാരായണ എന്ന് പറയുമെന്ന്. അപ്പോൾ കണ്ണന് നാണത്തോട് കൂടിയിട്ട് കണ്ണൻ ഇങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങും. നാരായണ എന്നു ജപിക്കകാവെന്നാരോ മലായി പറയും യശോദ. നാണം കുണുങ്ങിട്ടു ചിരിക്കും അപ്പോൾ നാരായണൻ താനിധി വാസുദേവൻ. ഞാൻ തന്നെയാണ് ആ നാരായണൻ
എന്നുള്ള ഭാവത്തിൽ കണ്ണൻ കള്ളച്ചിരിയോടുകൂടി ചിരിച്ച് എന്നാലും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ മടിയിലിരുന്ന് ആ നാമം തന്നെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി കുറച്ച് കഴിയുമ്പോൾ കുട്ടികളല്ല പറയാം മതി അമ്മ നാമം ജപിച്ചത്, എനിക്ക് അമ്മിഞ്ഞ തരൂ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ പറഞ്ഞു അയ്യോ ഇപ്പോഴോ സന്ധ്യ നേരത്ത് ഒന്നും കഴിക്കാൻ പാടില്ല കണ്ണ, സന്ധ്യ നേരത്ത് നാമം ജപിക്കുക വേണ്ടത്, സന്ധ്യ മയങ്ങിയിട്ട് വേണം, അന്ത്യ ആവട്ടെ അപ്പോഴാണ് നമ്മളിത് കഴിക്കുക എന്ന് പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ വേണം, ഇപ്പം കഴിക്കാൻ പാടില്ല, ഇനി എപ്പോഴാണ് അമ്മ അന്ത്യാവണം, എപ്പോഴാവുക, അതോ ഇപ്പോൾ കണ്ടോ അവിടെ നോക്കുമ്പോൾ പ്രകാശമൊക്കെ കാണണില്ലേ, ഈ പ്രകാശമൊക്കെ മാറി കൂരിരുട്ടാവുമ്പോൾ അപ്പോഴാണ് അന്ത്യാവുക എന്ന് പറയും. അമ്മേ എനിക്കിപ്പോൾ അമ്മിഞ്ഞ നൽകണം, അന്തിയാവട്ടുണ്ണി എന്നു ചൊല്ലി, അന്തിയായാലമ്മേ എന്തോരടയാളം, അന്തിയായാലുണ്ണി കൂരിരുട്ട്, ഇരുട്ടാവട്ടെ കേട്ടോ കണ്ണ അപ്പം ആവാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ ഒരു കള്ളച്ചിരി ചിരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, കണ്ണുകൾ മെല്ലാവേ പൂട്ടി മോകുന്ദനും, അമ്മയെ എനിക്കിപ്പോൾ അന്തിയായി, അമ്മയെ എനിക്കിപ്പോൾ കൂരിരുട്ട്. വേഗം കണ്ണൻ കള്ളച്ചിരിയോട് കൂടിയിട്ട് കണ്ണങ്ങോട്ട് അടയ്ക്കും. എന്നിട്ട് പറയും അമ്മേ എനിക്കൊന്നും കാണാനില്ല, ഇരുട്ടായി, രാത്രിയായി, വേഗം അമ്മിഞ്ഞ തരൂ എന്ന് പറഞ്ഞു. ആ ഒരു കണ്ണൻ്റെ ആ ഒരു ഭാവം കാണുമ്പോൾ എല്ലാം മറന്ന് യശോദാദേവി ആ കണ്ണനെ മാറോടണച്ച് വേഗം അമ്മിഞ്ഞപ്പാൽ നൽകിക്കൊണ്ട് ആനന്ദ നിർവൃതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പാലൊക്കെ കുടിച്ചു. പിന്നെ കണ്ണനെ രാത്രി ഇതാ കണ്ണനെ ഉറക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ കണ്ണനെ ഉറക്കുമ്പോൾ എപ്പോഴും കണ്ണന് എന്ത് വേണം, ഓരോരോ കഥകൾ പറഞ്ഞു കൊടുക്കണം. എപ്പോഴും കണ്ണന് കഥ കേൾക്കണം, ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കണ്ണന് ഓരോ ദിവസവും ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇന്ന് എന്ത് കഥയാണ് അമ്മയെ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കണ്ണ ഇന്നേ ഞാൻ നിന്നെ പോലൊരു ഉണ്ണിയുടെ കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ആവട്ടെ എന്ന് പറഞ്ഞു. കഥ കേൾക്കാൻ കാലത്ത് ബലരാമേട്ടനും വരും, ഏട്ടനും അനിയനും കൂടിയിട്ടാണ് കഥ കേൾക്കുക. പറഞ്ഞു പണ്ട് ഇവിടെ ഒരു ഉത്താനപാതൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് 2 ഭാര്യമാരായിരുന്നു. ആ 2 ഭാര്യ, അപ്പോൾ അതിൽ 2 പേർക്ക് ഓരോ കുട്ടികളുണ്ടായി. അപ്പോൾ ഒരു ഭാര്യയുടെ പേര് സുരുചി എന്നാണ്, സുനീതി എന്നാണ് എന്ന് പറഞ്ഞ് ആ ധ്രുവൻ്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ കഥകൾ മൂളി കേട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ചോദ്യങ്ങളും ചോദിക്കും കണ്ണന്. അതെന്താ 2 ഭാര്യ, ഇവിടെ അച്ഛന് 1 ഭാര്യയല്ലേ ഉള്ളൂ, പിന്നെ എന്താ രാജാവിന് 2 ഭാര്യ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ, എപ്പോഴും ചോദ്യങ്ങളെ കൊണ്ട് ആ യശോദാമ്മയെ പൊറുതി മുട്ടിക്കും. അങ്ങനെ കഥ പറഞ്ഞു കൊടുത്തു, ധ്രുവൻ്റെ മനോഹരമായിട്ടുള്ള കഥ പറഞ്ഞു കൊടുത്തു. ആ കൊച്ചു ധ്രുവൻ അച്ഛൻ്റെ മടിയിലിരിക്കാൻ സമ്മതിക്കാണ്ടായപ്പോൾ ആകെ സങ്കടപ്പെട്ടിട്ട് എന്താ പറഞ്ഞ, ചെറിയമ്മ പറഞ്ഞു അച്ഛൻ്റെ മടിയിലിരിക്കണം എന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ ഈ ജന്മത്തിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഈശ്വരൻ്റെ അടുത്ത് പോയി തപസ് ചെയ്തിട്ട് ഈ ജന്മത്തിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കുക, എന്നിട്ട് എൻ്റെ ഉണ്ണിയായിട്ട് വന്നാൽ നിനക്ക് മടിയിലിരിക്കാം, അല്ലാണ്ട് മടിയിലിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ ചെറിയമ്മ പറയുകയാണേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ്. ആ ചെറിയമ്മ പറയുകയാണേ എന്നുള്ളത് കേട്ടപ്പോൾ ചെറിയമ്മ എന്നോട്, അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ആ ചെറിയമ്മയുടെ ഒരു പരാതിയാണ്, അല്ലാണ്ട് അങ്ങനെ പറയും സന്തോഷത്തോട് കൂടിയിട്ടല്ല പറഞ്ഞു. അമംഗളമായിട്ടുള്ളതൊന്നും പറയാൻ പാടില്ല കുഞ്ഞെ. ചെറിയമ്മ എന്ത് നിന്നോട് പറഞ്ഞു അത് നിൻ്റെ നന്മയ്ക്കായിട്ടാണ്. അപ്പോൾ പറഞ്ഞു ചെറിയമ്മ പറഞ്ഞത് കാട്ടിൽ പോയി തപസ് ചെയ്യാനാണ്. കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല കാര്യമല്ലേ, ഈശ്വരനെ തപസ് ചെയ്യാണ് വേണ്ടത്, കുട്ടികൾക്കൊക്കെ അങ്ങനെ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ് ആ ദേഷ്യമായിട്ട് പറഞ്ഞ വാക്കുകളെ നന്നായി പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ണി പറഞ്ഞു എന്നാൽ ഞാൻ തപസ് ചെയ്ത് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വരം വാങ്ങിയിട്ട് ഞാൻ
എന്ത് ചെയ്യും? അച്ഛൻ്റെ മടിയിലിരിക്കുന്നു പറഞ്ഞ് തപസ്സിന് പോവുകയാണ്. കൊച്ചുണ്ണി, നിന്നെ പോലെ 5 വയസ്സായിട്ടുള്ളൂ, അത്രയും ചെറിയ ഉണ്ണിയാണ്. എന്നിട്ട് ഓടി 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 ഓടിപ്പോയി കാട്ടിൽ പോയിരുന്ന് ഒരു മരത്തിൻ്റെ കീഴിൽ പോയിരുന്ന് തപസ് തുടങ്ങി. അങ്ങനെ തപസ് ചെയ്ത് ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി എന്നുള്ള കഥകൾ പറഞ്ഞ് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ ഉറങ്ങിപ്പോയി. കഥകൾ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ കഥ മുഴുവൻ ആവണേക്കാളും കുട്ടികൾ ഉറങ്ങിപ്പോവും. അങ്ങനെ രാമനും കൃഷ്ണനും ഉറങ്ങിപ്പോയി. ബലരാമനെ രോഹിണി വന്ന് എടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കുട്ടി ഉറങ്ങി. ബാക്കിയുള്ള അടുക്കളയിലേക്ക് നന്ദഗോപര് വന്നപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്ത് 2 പേരും കൂടിയിട്ട് കിടക്കാനായിട്ട് വന്നു. അപ്പോഴേക്കും കണ്ണൻ ഉറങ്ങി കിടക്കണുണ്ടപ്പോൾ കണ്ണനെ ഇങ്ങനെ നോക്കി നന്ദഗോപരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കണേ? യശോദേ, എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഉണ്ണി ഉണ്ടായേ, ഇനി നീ പ്രസവിക്കില്ല എന്ന് വരെ എല്ലാവരും പറഞ്ഞു. എന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് ഒരു ഉണ്ണി ഉണ്ടായേ, ആ ഉണ്ണിയുടെ കളിയും ചിരിയും കുറുമ്പുകളൊന്നും കാണാൻ എനിക്ക് പറ്റണില്ലല്ലോ. ഇന്നെന്തൊക്കെയാണ് കണ്ണൻ വികൃതി കാണിച്ചത്, ഇന്നെന്തൊക്കെയാണ് കണ്ണൻ ചെയ്തത്, ഇതൊക്കെ യശോദാമ്മോട് ചോദിക്കുക. അവിടെ എന്നും സത്സംഗമാണ്, എപ്പോഴും സത്സംഗമാണ്. നന്ദഗോപരോട് എണീറ്റിട്ട് കണ്ണൻ കാണിച്ച ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് നന്ദഗോപർക്ക്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നന്ദഗോപർക്ക് പറയും, എനിക്കിതൊന്നും പറ്റണില്ലല്ലോ. ഞാനിപ്പോൾ പശുക്കളെ മേയ്ക്കാനായിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആവാറാവ് വരുമ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാലും അവരെ കുളിപ്പിക്കുക, വേണ്ട രീതിയിൽ ഇട്ട് കൊടുക്കുക, പുല്ലും ഒക്കെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, തൊഴുത്തൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ നോക്കുക, അങ്ങനെയുള്ള തിരക്കുകളൊക്കെയാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ആ ഉണ്ണിയൊന്ന് കണ്ട് പറ്റണില്ല എന്ന് പറയുമ്പോൾ യശോദാമ്മ പറയും, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് ഞാനാവാം ഈ ജോലികളൊക്കെ, അങ്ങ് എൻ്റെ ജോലി എടുത്തോളൂ, അടുക്കള കാര്യങ്ങളൊക്കെ നോക്കി കണ്ണനെ നോക്കി ഇവിടെ ഇരുന്നോളൂ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നന്ദഗോപര് പറയേ, അത് വേണ്ട, അതേക്കാളും എളുപ്പമുള്ളൊരു മാർഗമുണ്ട്. നാളെ ഞാനേ ഗോക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ കണ്ണനെയും കൂടി കൊണ്ടുപോകാം, അപ്പോൾ കണ്ണൻ എൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിച്ചോട്ടെ എന്ന് നന്ദഗോപര് പറഞ്ഞപ്പോൾ കണ്ണൻ ഇങ്ങനെ ചിരിക്കുക, ഉറക്കത്തിൽ ഇങ്ങനെ ചിരിക്കണു, പുഞ്ചിരിക്കണം കണ്ടപ്പോൾ യശോദാമ്മ വേഗം കണ്ണൻ്റെ നെറ്റിയിലിങ്ങനെ എപ്പോഴും കണ്ണനെ ഉറങ്ങിക്കിടക്കണ കണ്ണനെയാണ് അത്ര യശോദാമ്മ ഏറ്റവും കൂടുതൽ കൊതിക്കുക. ആ ഉറങ്ങിങ്ങനെ കിടക്കുന്ന സമയത്ത് എത്ര മോച്ചാലും മതിയാവില്ല. മഹാത്മാക്കൾ പറയും, രാവിലെ അങ്ങോട്ട് എണീക്കുമ്പോൾ കണ്ണൻ്റെ അലങ്കരിച്ചതിന് ഏറ്റവും കൂടുതൽ മാഞ്ഞു പോവുക ഗോപിക്കുറിയാണ്. അത് ഉമ്മ വച്ചായിരിക്കാം എന്ന് പറയാണ് അവർ. ഉമ്മ വച്ചുകൊണ്ടായിരിക്കാം ഈ ഗോപിക്കുറി ഇങ്ങനെ മാഞ്ഞു പോയതെന്ന്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചു. രാവിലെ പതിവ് പോലെ തന്നെ യശോദാമ്മ എഴുന്നേറ്റു. വേഗം നേരത്തെ എഴുന്നേൽക്കും യശോദാമ്മ. കാരണം ആ അടുക്കളപ്പണി അത്യാവശ്യമൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പിന്നെ ഉള്ള സമയം മുഴുവനും കണ്ണൻ്റെ കൂടെ തന്നെ നോക്കണം, എപ്പോഴും കണ്ണനെ നോക്കിക്കൊണ്ടിരിക്കണം, അത്രയും വികൃതിയാണ്. അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കും. പാല് തിളപ്പിക്കൽ, ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കലൊക്കെ നേരത്തെ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ധാരാളം സ്ത്രീകൾ പണിക്കുണ്ട്. അത് ചെറുപ്പത്തിൽ കണ്ണനെ പ്രസവിച്ച ഉടനെ തന്നെ ഗൃഹകാര്യങ്ങളും കുട്ടിയും കൂടി നോക്കാൻ പറ്റണില്ല. കാരണം എത്രയോ അസുരന്മാരൊക്കെ വന്നിട്ട് കണ്ണനെ ഇങ്ങനെ ഓരോ അപകടങ്ങളൊക്കെ ഉണ്ട്. അസുരന്മാരാണ് ഒരിക്കൽ ചാടായിട്ട് വന്നിട്ടും പൂതനയായിട്ട് വന്നിട്ടൊക്കെ ഓരോന്നുണ്ടായപ്പോൾ പേടിയായി. അപ്പോൾ എന്താ ചെയ്യുക, ആരെങ്കിലും ഒരാളെ പണിക്ക് നിർത്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ നാളെ അന്വേഷിക്കാം, ആരെങ്കിലും ഒരാളെ പണിക്ക് നിർത്താം എന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരോ ഇത് കേട്ടതുകൊണ്ട് ആ വ്രജത്തിൽ മുഴുവനും പാട്ടായി. യശോദാമ്മയ്ക്ക് വീട്ടിൽ ഗൃഹങ്ങളിൽ ജോലി ചെയ്യാൻ ഒരാളെ വേണമെന്ന്, എങ്ങനെയെങ്കിലും ആ ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമെന്ന് കാത്തിരിക്കുക ഗോപികമാരൊക്കെ. കാരണം അവിടെയുള്ള കണ്ണനെ എപ്പോഴും കാണാൻ, കണ്ണനെ ശുശ്രൂഷിക്കാനാണല്ലോ. അപ്പോൾ അവന് കണ്ണനെ ശുശ്രൂഷിക്കാനല്ലെങ്കിലും വീട്ടുപണികൾ ചെയ്യാനാണ്. കണ്ണനെ അമ്മ നോക്കും. വീട്ടുപണികൾ ചെയ്യാനാണെങ്കിലും അവിടെ എത്തിയാൽ നന്നായില്ലോ എന്ന് വിചാരിച്ചു. രാവിലെ നന്ദഗോപര് വന്ന് സന്ധ്യാവന്തനൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ 10-32 സ്ത്രീകളുണ്ട് പുറത്ത് നിൽക്കണം. കൂടെ ഓരോ കുട്ടികളും ഉണ്ട് ഒക്കത്ത്.
കണ്ണൻ്റെയൊക്കെ കുറച്ചും കൂടി മുതിർന്നുണ്ട്, കണ്ണനേക്കാളൊക്കെ ഓടി നടക്കണ പ്രായമുള്ള കുട്ടികൾ അവരുണ്ട്. അപ്പോൾ ചോദിച്ചു, അല്ല നിങ്ങളെന്താ വന്നേ? അല്ല ഇവിടെ യശോദാമ്മയ്ക്ക് പണിക്ക് ആളെ വേണമെന്ന് പറഞ്ഞു, അതറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആകെ നോക്കി ഒരാളെ വേണമെന്നേ പറഞ്ഞത് 32 പേരുണ്ട്. അപ്പോൾ യശോദയോട് ചോദിച്ചു, എന്താ ചെയ്യുക യശോദ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ, ഒരാളെ എടുത്തിട്ട് മറ്റുള്ളവരോട് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സങ്കടമാവും, പിന്നെ അതൊരു വിഷമായി തീരും. അപ്പോൾ യശോദ പറഞ്ഞു, എന്നാൽ എല്ലാവരും ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും. അപ്പോൾ അവർ മാത്രമല്ല, അപ്പോൾ ഈ കുട്ടികളോ അത് വീട്ടിലാക്കി പോന്നാൽ നോക്കാനാളില്ല, അപ്പോൾ അവരും എന്തായാലും ഞങ്ങളിവിടെ ഉണ്ട്, അപ്പം അവരും ഇവിടെ. അപ്പം അങ്ങനെയാണ് ഭഗവാന്റെ കൂടെ ഒപ്പത്തിയിലുള്ള കുട്ടികൾ ഒരു 32 പേരുണ്ട്. അങ്ങനെ പണിക്ക്, പുറം പണിക്കും പശുവിനെ കുളിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ, ആ പശുവിന് വെള്ളം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പുല്ല് അരിഞ്ഞു കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ സ്ത്രീകളുണ്ട് ഇവിടെ. ബാക്കി പണികൾക്കൊക്കെ ഉണ്ട്. ആഹാരം നിർബന്ധമാണ് യശോദാമ്മയ്ക്ക്. യശോദാമ്മയുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആഹാരം ഉണ്ടാക്കുക, അത് കഴിഞ്ഞാൽ കുട്ടികളെ നോക്കുക, ഇതാണ് യശോദാമ്മയുടെ പണി. അങ്ങനെ സമ്മതിച്ചു ഇവരുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ വേഗം ചെയ്യുകയാണ്. എണീറ്റ് വരുമ്പോഴേക്കും കണ്ണൻ പാല് വേണം, തിളപ്പിച്ച പാല് വേണം എന്നൊക്കെ പറഞ്ഞാലോ എന്താ വേണ്ടി വരും, എന്താന്ന് പറയുകയെന്നറിയില്ല, എന്താ ആദ്യം ചോദിക്കുകയെന്നറിയില്ല. ചിലപ്പോൾ വെണ്ണ വേണമെന്നാവും പറയുക. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കലക്കിയ വെണ്ണ വേണമെന്നാവും പറയുക. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ വേഗം കണ്ണൻ എണീക്കണേക്കാളും മുമ്പ് തൈരൊക്കെ കടഞ്ഞ് അതൊരു പാത്രത്തിലാക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അന്നും അതുപോലെ എഴുന്നേറ്റ് വന്നു. അടുക്കളയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോഴുണ്ട് ഇതാ കണ്ണൻ്റെ കാലിൻ്റെ പാദസരത്തിൻ്റെ കിലുക്കം ചിലും ചിലും എന്ന് കേൾക്കേ. കണ്ണൻ്റെ പാദസരത്തിൻ്റെ കിലുക്കല്ലേ ഇത്? കണ്ണൻ എണീറ്റു. മറ്റത് ചെന്ന് വിളിച്ച് സച്ചിദാനന്ദ കാർമോകിൽ വർണ്ണ നിദ്ര വിട്ടെഴുന്നേറ്റാലും സുപ്രഭാതം വിളിക്കുന്നു കണ്ണ തുഷ്ടിയോടെ എണീറ്റാലും. അങ്ങനെ പാട്ടൊക്കെ പാടി താരാട്ടൊക്കെ പാടിയിട്ട് അമ്മ വിളിച്ചാണ് ഉണർത്തുക. തന്നെത്താൻ എണീറ്റ് വരിക എന്നുള്ളതില്ല. അപ്പോൾ അങ്ങനെ ഇതാ തന്നെത്താൻ ആരും വിളിക്കാണ്ട്, അതും ഉറക്കച്ചടവൊന്നും ഇല്ലാണ്ട് വന്നേക്കുക. ഇത്രയും ഒട്ടും ഉറക്കച്ചടവില്ലാണ്ട് ഇങ്ങനെ വന്നേക്കണു. എന്താ കണ്ണ ഇത്ര രാവിലെ എണീറ്റ്? അമ്മ മറന്നു. ഞാൻ മറന്നൊന്നുമില്ല, എന്നെ വേഗം കുളിപ്പിക്കൂ, വേഗം കുളിപ്പിച്ച് ഒരുക്കൂ. മോനെ ഇത്ര നേരത്തെ ഒന്നും കുളിക്കേണ്ട കണ്ണ, ആ സമയമായിട്ടില്ലേ, കണ്ണൻ പോയി കുറച്ചും കൂടി ഉറങ്ങിക്കോളൂ, കുഞ്ഞല്ലേ. അത് പറ്റില്ല, എനിക്ക് കുളിക്കണം, അമ്മ എന്നെ കുളിപ്പിക്കൂ. വാശി പിടിച്ചിട്ട് അന്ന് കുളിച്ച് നല്ല മഞ്ഞപ്പട്ടൊക്കെ കൊടുത്ത് അതിമനോഹരമായിട്ട് അലങ്കരിച്ചു ഭഗവാനെ. യശോദാദേവി ഗംഭീരമായിട്ട് അലങ്കരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വേഗം കണ്ണനോടി തേവാരപ്പുരയിലേക്ക് ഓടി. അവിടെ അച്ഛൻ തേവാരം ചെയ്തുകൊണ്ടിരിക്കുക. അതൊന്നും മുഴുവനാക്കാൻ സമ്മതിക്കാണ്ട്, മതി അച്ഛ, വരൂ നമുക്ക് ആഹാരം കഴിക്കാം. അമ്മ ആഹാരമൊക്കെ എടുത്തു വച്ചിരിക്കുന്നു, നല്ല പാൽക്കഞ്ഞി എടുത്തു വച്ചിട്ടുണ്ട്. അമ്മ വരൂ നമുക്ക് പാൽക്കഞ്ഞി കുടിക്കാം എന്ന് പറഞ്ഞ് അച്ഛനെ നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുവന്ന് അച്ഛൻ്റെ കൂടെ എനിക്കും വേണം ഇന്ന് കഞ്ഞി. ഞാനിന്ന് അപ്പോൾ കണ്ണ നീ തന്നെ കഴിക്കാറില്ലല്ലോ. എനിക്കറിയാം, ഞാൻ വലുതായില്ലേ, ഞാൻ തന്നെ കഴിച്ചോളാം. അച്ഛൻ്റെ പോലെ എനിക്ക് തന്നാൽ മതി, പ്ലാവിലെയൊക്കെ കുത്തിയിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്. ആ കണ്ണൻ വൃത്തിയായിട്ട് നല്ല സുഖമായിട്ട് ആഹാരം കഴിക്കണു. വായലൊന്നും കൊടുക്കണം, മറ്റത് വായൽ കൊടുക്കാണ്ട് കഴിക്കില്ല. ഇതാ നന്നായി ആഹാരം കഴിച്ചു കഴിഞ്ഞു. ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നാൽ നമുക്ക് പോവല്ലേ ചോദിച്ചേ. പൂവ് എവിടേക്കാ കണ്ണ? പശുക്കളെ മേയ്ക്കാൻ. പശുക്കളെ മേയ്ക്കാനോ? അച്ഛൻ പശുക്കളെ മേയ്ക്കാൻ പോവുകയാണ്. അല്ല കണ്ണനെ കൊണ്ടുപോയില്ലേ? അയ്യോ കണ്ണനെ കൊണ്ടുപോയിക്കൂടാ, അവിടെ നല്ല വെയിലത്തൊന്നും കണ്ണനെ കൊണ്ടുപോയിക്കൂടാ. അപ്പം അച്ഛൻ ഇന്നലെ പറഞ്ഞതോ? ഇന്ന് അച്ഛൻ കണ്ണനെയും കൊണ്ട് പോകും എന്ന് അമ്മയോട് പറഞ്ഞില്ലേ? അതെന്തിനാ വെറുതെ പറയാൻ പാടില്ല. കണ്ണനോട് വാക്ക് പറഞ്ഞാൽ വാക്കാവണം. അപ്പം ഇന്നലെ അച്ഛൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പം എന്താ എന്നെ കൊണ്ടുപോകാത്ത വാശിയായി.
അപ്പോൾ ശരിക്കും ഭഗവാൻ നമ്മളോടും ഇതുപോലെയൊക്കെ പറയുന്നുണ്ട്. ഒരു തവണ ഒരു അനുഭവം ഉണ്ടായത് കോവൂര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ഈ ഒരു ഓട്ടാണ്, രാവിലത്തെ കാര്യമൊക്കെ കഴിച്ചു വെച്ച് ഒരു 8-8:30 ആകുമ്പോൾ ആൾ ജോലിക്ക് പോകും. അത് കഴിഞ്ഞാൽ അപ്പോൾ കിട്ടിയ ബസ്സൊക്കെ കയറി പോകണം, എന്നാലേ എത്തുള്ളൂ അവിടെ. അപ്പോൾ ഓടും അങ്ങോട്ട്. അവിടെ ചെന്ന് സപ്താഹം നടന്നുകൊണ്ടിരിക്കുക, അവിടെ സപ്താഹത്തിലിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ പോയി. അവിടെ ചെന്നപ്പോൾ നേരം വൈകിയുണ്ട്. വേഗം ചെന്ന് നട അടച്ചിട്ടില്ല, 10-10:30 ഓടെ അടയ്ക്കുമ്പോൾ വേഗം ചെന്ന് തൊഴുത്. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുക സർവാലങ്കാര പൂജ എന്ന്. ഇതെന്താ ഈ സർവാലങ്കാര പൂജ? അത് കേട്ടപ്പോൾ തന്നെ സന്തോഷം. ഭഗവാനെ സർവാലങ്കാരത്തിൽ കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ സുഖമല്ലേ. പറയുന്നൊരു സർവാലങ്കാര പൂജ ഷീട്ടാക്കിയാലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. അവിടെ ചെന്ന് ചോദിച്ചു, സർവാലങ്കാര പൂജ ഷീട്ടാക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഇന്നൊക്കെയൊന്നും ഇനി പറ്റില്ല കേട്ടോ, 2-3 ദിവസം കഴിയണം എന്ന് പറഞ്ഞു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പന്തല്ലൂർക്ക് വരിക. അപ്പോൾ കാണാനും പറ്റില്ല, അല്ലെങ്കിലേ കാണാൻ പറ്റില്ല. 4:30 വരെ അവിടെ ഇരിക്കാൻ സമയമുള്ളൂ. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോന്ന് വീട്ടിലെ പണി പകുതിയൊക്കെ ചെയ്തിട്ടാണ് ഓടുക. പിന്നെ ബാക്കി വൈകുന്നേരം വന്നിട്ട് ചെയ്തിട്ടാണ് മുഴുവനാക്കേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, പിന്നെ എപ്പോഴെങ്കിലും ആവാം എന്ന് വിചാരിച്ച് സപ്താഹവേദിയിലേക്ക് അങ്ങോട്ട് കയറി. അവിടെ അങ്ങനെ ഇരിക്കാനിങ്ങനെ പോകുന്ന സമയത്ത് അതെ വരട്ടെ അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഥ പറയണത് സുബ്രഹ്മണ്യം തിരുമേനിയാണ്, പാലാഞ്ചേരി സുബ്രഹ്മണ്യം തിരുമേനിയാണ് അദ്ദേഹമാണ്. അപ്പോൾ വേഗം ഞാൻ ഇങ്ങനെ ഇരിക്കാം, വരട്ടെ അതെ, തരാമെന്ന് പറഞ്ഞാൽ തരണം, വാക്ക് പറഞ്ഞാൽ വാക്കാവണം. അദ്ദേഹം കഥ പറയണതിൻ്റെ ഇടയിൽ കൂടെ അദ്ദേഹം കഥയാണ് പറയണേ, അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം പറയാണ് വരട്ടെ. അങ്ങനെയായാൽ പറ്റില്ല കേട്ടോ, തരാമെന്ന് പറഞ്ഞാൽ തരണം, വാക്ക് പറഞ്ഞാൽ വാക്കാവണം, പറഞ്ഞ് പറ്റിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികളെ. ഇത് മനസ്സിൽ വിചാരിച്ച കാര്യം നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ യാദൃശ്ചികമായിട്ട് അവിടെ കഥ പറയണം. ആ കഥ പറയണ സമയത്ത് ആണ് നമ്മൾ ഇത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതെന്നോടാണ് പറയണേ എനിക്ക് അനുഭവമായി. അപ്പോൾ ഞാൻ വേഗം തിരിച്ച് ചെന്നിട്ട് കണ്ണൻ്റെ മുമ്പിൽ ആദ്യം നിന്നപ്പോൾ കണ്ണനോട് കണ്ണൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഈ സർവാലങ്കാര പൂജ കാണാൻ നല്ല കൊതിയുണ്ട്. അപ്പം ഞാൻ സർവാലങ്കാര പൂജ ഷീട്ടാക്കിയിട്ട് കണ്ണൻ എന്നോടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അലങ്കാര പൂജ ഒന്ന് കാണണം. അപ്പോൾ ഇന്നത്തെ അലങ്കാര പൂജ എൻ്റെ വകയായിട്ട് കണ്ണൻ സ്വീകരിച്ചോളൂ, മറ്റന്നാളത് ഇന്ന് ആരാണ് അവരെ വകയായിട്ട് സ്വീകരിച്ചോളൂ. അപ്പോൾ എന്നോടാ കണ്ണൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് ഇത് കാണണം, അതാണ് അതിൻ്റെ ഒരു ലക്ഷണം എന്ന് കണ്ണൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് സൽവാലങ്കാര പൂജയ്ക്ക് ഷീട്ടാക്കി അവിടെ വന്നിരുന്നു. അപ്പോൾ 4:30 ആകുമ്പോൾ എനിക്ക് പോരണം, എന്തായാലും 4:30 ആകുമ്പോൾ പോരാണ്ട് പറ്റില്ല. അങ്ങനെ 4:30 ചായക്ക് നിർത്തിയപ്പോൾ പോരാനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ വന്നു. ഇന്ന് എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട് പണി, അത് കാരണം കൊണ്ട് ഞാൻ അതിലേ വരാം, കോളേജിൽ നിന്ന് വരുന്ന വഴിക്കായി അമ്പലം, ഞാൻ അതിലേ വരാം, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. ഇപ്പോൾ ഞാൻ ഒരു 7-7:30 ആവും വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും ആ ഭഗവാൻ സ്വീകരിച്ചത്. അതാ പറഞ്ഞത്, ഭഗവാൻ നമ്മളോട് സംവദിക്കുന്നുണ്ട്. നമ്മൾ ഭഗവാനോട് പറയുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയാത്തതാണ് നമ്മുടെ പ്രശ്നം. ആ പറയണതിനെ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചാൽ ഇത് നമുക്ക് അനുഭവമാവില്ലായിരുന്നു. അങ്ങനെ സന്ധ്യ നേരമായപ്പോൾ ദീപാരാധനയ്ക്ക് നട അടയ്ക്കുക. അപ്പോൾ ദീപാരാധനയ്ക്ക് നട അടച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ സപ്താഹത്തിന് ഇരിക്കണ അമ്മമാരോട് പറഞ്ഞു നമുക്ക് ഉള്ളിൽ കയറി തൊഴാം. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ കുളിക്കാണ്ട് ഇനി എങ്ങനെ ഉള്ളിൽ കയറുക, രാവിലെ കുളിച്ച് വന്നതല്ലേ. അവൻ അതൊന്നും അല്ലല്ലോ, ഭഗവാന്റെ മുമ്പിലല്ലേ ഇതുവരെ ഇരുന്ന് പറഞ്ഞത്, നമുക്ക് എന്താ ശുദ്ധമുള്ളത്, എന്നാലും വേണ്ട, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചതല്ലേ പ്രസാദൂട്ടാണെങ്കിലും അതുപോലെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അജ്ഞാനമൊന്നും തോന്നാത്തതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭഗവാന്റെ മുമ്പിൽ ഹരേ രാമ നാമം ജപിക്കാം എല്ലാവരും കൂടിയിട്ടെന്ന് ആലോചിച്ചിട്ടാണ്. അപ്പം നാമം എന്നാലും ആരും ഇല്ലെങ്കിൽ തന്നെ ഞാൻ ജപിക്കാം എന്ന് വിചാരിച്ചു. അവിടെ അങ്ങനെ ചെന്ന് നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 3-4-5 ബ്രഹ്മചാരി കുട്ടികൾ, ഈ വേദമൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവിടെ ഞാൻ കണ്ടിട്ടേ ഇല്ല, അതിന് ശേഷം കണ്ടിട്ടില്ല, അതിന് മുമ്പ് അങ്ങനെ കുട്ടികളെ അവിടെ കണ്ടിട്ടില്ല. അവർ എവിടുന്നാണ് വന്നതെന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെ വന്നു എൻ്റെ ഒപ്പം ഉറക്കെ ഹരേ രാമ ജപിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കൂടെ ജപിക്കുമ്പോൾ നല്ലൊരു ശരിക്കും കുട്ടികളുടെ കൂടെ നിൽക്കണ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ നാമൊക്കെ ജപിച്ച് നട തുറന്നപ്പോൾ ഇതുപോലൊരു അലങ്കാരം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞോണം. അത്രയും സുന്ദരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്.
ആ അലങ്കാരത്തിൽ ഓരോ പൂക്കളെ കൊണ്ട് ഭഗവാൻ ആഭരണങ്ങളൊക്കെ പൂക്കളെ കൊണ്ടാണ് നിറയെ ചന്ദനം ചേർത്തിട്ട് അരമണിയൊക്കെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് അരമണി പിന്നെ ഓരോ ആ അരമണിയുമലൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് പൂക്കൾ ഒട്ടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ തെച്ചിപ്പൂവിൻ്റെ ആ നക്ഷത്രം പോലെയുള്ളതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ താലി പോലെ ഈ തുളസിയുടെ പിന്നെ ഈ അടയ്ക്കാമരത്തിൻ്റെ പൂവുകൊണ്ട് ഇങ്ങനെ വളച്ച് വളച്ച് മാലകൾ എല്ലാ ആഭരണങ്ങളായിട്ട് അതിമനോഹരമായിട്ടുള്ള അലങ്കാരം. ഭഗവാനെ ഒരുപാട് സന്തോഷമായി. പക്ഷേ ഈ കണ്ണ് തുറന്ന് കഴിഞ്ഞിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴേ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് ഉള്ളിലേക്ക് കിടക്കണില്ല എന്ന് പറഞ്ഞവർ എല്ലാവരും ഒരു സൂചി കുത്താൻ പഴുതില്ലാണ്ട് എല്ലാവരും ഉള്ളിൽ ഈ നാമജപം കേട്ടതോടുകൂടി എല്ലാവരും വന്നു. അവിടെ അത്രയും ശക്തമായ നാമജപം, എല്ലാവരും ഉറക്ക നാമം ജപിച്ച് ഒരു വല്ലാത്തൊരന്തരീക്ഷമായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരന്തരീക്ഷം. അപ്പോൾ ആ സന്തോഷത്തിലൊരു മൂലക്കിലിങ്ങനെ ഇരിക്കുക ഞാൻ ചെന്നിട്ട്. അപ്പോൾ ഭഗവാന് പിന്നെയും ബോധിപ്പിച്ചത് പോരാന്നുള്ള പോലെ ഭഗവാൻ ഇങ്ങനെ സ്ത്രീകൾ അതിലേക്ക് അങ്ങനെ വരും. ഇന്ന് ആരുടെ വകയാണാവോ ചന്ദനം ചാർത്ത് ഗംഭീരമായിട്ട് ആരെങ്ങനെ ചന്ദനം ചാർത്തിയേ, ഇന്നത്തെ പോലെ ഇവിടെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടുത്തെ ആ അമ്പലത്തിലത്തെ ആൾ പറയാ, ഇവിടുത്തെ ആ പൂജ ചെയ്യുന്ന മേൽശാന്തിക്ക് പെട്ടെന്ന് എന്തോ പറ്റാണ്ട് അദ്ദേഹം പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് നിന്ന് ഒരു അദ്ദേഹം വന്ന്, പാലക്കാടുള്ളതാണ് അദ്ദേഹം ഇന്ന് തന്നെ രാത്രി പോവുകയും ചെയ്യും, ഇതിന് മാത്രമായിട്ട് വന്നതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്നത്, എപ്പോഴും പാലക്കാട് ഞാൻ പോകുമ്പോൾ തപോവനത്തിലെ ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട്, ഈ ചിന്മയാമിഷ്യൻ്റെ അവിടെ തന്നെ ഇതുപോലെ മനോഹരമായിട്ട് ചന്ദനം ചാർത്തി കാണാറുണ്ട്. അപ്പം ഞാൻ പറയാം, ആ ഗുരുവായൂരപ്പൻ തന്നെ ഇങ്ങോട്ട് വന്നതുപോലെ എനിക്കൊരു അനുഭവം. ചിലപ്പോൾ ഒരു പക്ഷേ ആ രണ്ട് ബ്രഹ്മചാരി കുട്ടികൾ വേണമെങ്കിൽ അവരൊരുമിച്ചാണോ വന്നേക്കണേന്നൊന്നും പറയാൻ പറ്റില്ല, പാലക്കാട് നിന്ന് വന്നവരാണോ എന്ന്. അത് പിന്നീട് എനിക്ക് തോന്നിയതാട്ടോ. അപ്പം അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായെന്ന് പറയാം. അപ്പം നമ്മളോട് ഭഗവാൻ ചോദിച്ചു വാങ്ങുക, അതുപോലെ ഇവിടെ പറയാണ്, വാക്ക് പറഞ്ഞാൽ വാക്കാവണം, വെറുതെ പറയരുത്, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. പല കാര്യങ്ങൾ പറയണു. കണ്ണന് അമ്മിഞ്ഞ കുടിക്കാൻ പറ്റില്ല, കണ്ണന് വിശക്കുമ്പോൾ ഭക്ഷണമൊന്നും കിട്ടില്ല അവിടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ കണ്ണൻ പറഞ്ഞു, ഇല്ല ഞാൻ അച്ഛാ നമുക്ക് പോവാം. വേഗം പോയി ആ പാതുകങ്ങൾ, അച്ഛൻ്റെ ആ പാതുകങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ച്, നമ്മളാ ചിത്രം കണ്ടിട്ടുണ്ടാവും, കുഞ്ഞി കണ്ണൻ ഞാൻ തലയിൽ വെച്ച് കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെ ആ തലയിലൊക്കെ വെച്ച് ആ ചെരുപ്പൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു പോവുക. മിതിയടിയാണല്ലോ അന്നൊക്കെ. അപ്പോൾ പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നന്ദഗോപർക്കൊരു ഓർമ്മ വന്നത്. അതെന്താണെന്ന് വെച്ചാൽ, തലേന്ന് ഗോക്കളെ മേയ്ക്കാൻ പോയപ്പോൾ അവിടെ ഒരു മുളങ്കാടിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗോക്കളെ മേയ്ക്കാൻ വിട്ടിട്ട്. അപ്പോൾ ആ മുളയുടെ ചെറിയ ഒരു മുള കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകം തോന്നി. അതെടുത്ത് മുറിച്ചെടുത്തിട്ട് അതിൽ സുഷിരങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഓടക്കുഴലുണ്ടാക്കി. എന്നിട്ടത് കണ്ണന് കൊണ്ടു കൊടുക്കാം എന്ന് വിചാരിച്ച് ആ ഓടക്കുഴൽ കൊണ്ടു കൊടുക്കാം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ വന്നപ്പോഴേക്കും കണ്ണൻ ഉറങ്ങിപ്പോയില്ലേ, പിന്നെ എങ്ങനെയാണ് കണ്ണന് കൊടുക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ആ ഓടക്കുഴൽ ഉത്തരപ്പടിയുമ വച്ചേക്കായിരുന്നു. പെട്ടെന്ന് അത് ഓർമ്മ എന്ന് പറഞ്ഞു, ഇനി ഇത് കൊടുത്താൽ പിന്നെ അതുമ്മ നോക്കിക്കോളും, പിന്നെ വാശി പിടിക്കില്ലല്ലോ എന്നാലോചിച്ചിട്ട് പറഞ്ഞു, കണ്ണാ ഇന്നലെ ഞാൻ വന്നപ്പോഴേ കണ്ണനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു, എന്താ എനിക്ക് കൊണ്ടുവന്നത്? അപ്പോൾ വാശിയൊക്കെ നിന്നു, കരച്ചിൽ നിന്നു. കണ്ണന് നല്ല സന്തോഷമാണ്, ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതെവിടെ എടുത്തു തരൂ എന്ന് പറഞ്ഞു. പിന്നെ അതായി. അപ്പോൾ യശോദാമ്മയ്ക്ക് ഒരു സമാധാനമായി. ഇനിയിപ്പോൾ യശോദാമ്മയ്ക്ക് പരിഭ്രമായി കാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ ബുദ്ധിമുട്ടായില്ലേ എന്നാലോചിച്ചിട്ട് അപ്പോൾ വേഗം ചെന്ന് ആ ഉത്തരപ്പടിയിൽ നിന്ന് ആ ഓടക്കുഴലെടുത്ത് കൊടുത്തു. നല്ല കൗതുകത്തോടു കൂടിയിട്ട് കണ്ണൻ തിരിച്ച് മറിച്ച് നോക്കി. ഇതെന്താ അച്ഛാന്ന് ചോദിച്ചു. കണ്ണാ അതെ, അതിലിങ്ങനെ വിളിച്ചാൽ ശബ്ദമൊക്കെ വരും, അത് ഓടക്കുഴലാണ്, ഇതിലൂടെ പാട്ടൊക്കെ പാടാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, അതെയോ എന്നാൽ അച്ഛാ എനിക്ക് അപ്പോൾ കണ്ണൻ എല്ലാ ഓട്ടയിലും കൂടിയും ഊതി നോക്കുന്നുണ്ട്. അപ്പോൾ ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. ശബ്ദമൊന്നും പുറത്തു വരണില്ലല്ലോ അച്ഛ, അത് പാട്ട് പാടാൻ പറ്റണില്ല, എനിക്ക് പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും പാടാൻ പറ്റില്ല, അതിന് സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാവണം. സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ
അത് പറ്റുള്ളൂ, സരസ്വതിയുടെ അനുഗ്രഹം കിട്ടിയാൽ പാടാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണനെ ഓർമ്മ വന്നു, തലേദിവസം അമ്മ പറഞ്ഞ കഥ എങ്ങനെയാണ് തപസ്സിന് പോയിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ധ്രുവൻ്റെ കഥ അമ്മ പറഞ്ഞു തന്നുണ്ടല്ലോ. അപ്പോൾ വേഗം പറഞ്ഞു എന്നാൽ ശരി ഇവന് കണ്ണൻ ഓടക്കലെടുത്ത് ഓടുക. അപ്പോൾ വേഗം യശോദമ്മ പിടിച്ച് നിർത്തി, എവിടേക്കാണ് കണ്ണാ പോണേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല തപസ് ചെയ്യാനായിട്ട് പോവുക, കാട്ടിലേക്ക് പോവുക. വൃന്ദാവനം തന്നെ ഒരു കാടല്ലേ കണ്ണ, ഇതിലും വലിയൊരു കാട് വേറെ ഇല്ല. കണ്ണൻ അവിടെ പോയിട്ട് ആ കദമ്പ് മരത്തിൻ്റെ ചോട്ടിലിരുന്ന് തപസ് ചെയ്തോളൂ. യശോദാമ്മയ്ക്ക് സമാധാനം, ഇനി കുറച്ച് നേരം അവിടെ ഇരുന്നോളും, വേറെ പണികളൊക്കെ വേഗം കഴിക്കാം. ഇത് നേരത്തെ എണീറ്റ കാരണം അന്ന് പണികളൊക്കെ ബാക്കി നിൽക്കുക. അപ്പോൾ യശോദാമ്മയ്ക്ക് അതൊരു സമാധാനമായി. നന്ദഗോപരെ നോക്കിയിട്ട് വലിയ നന്ദിയോട് കൂടിയിട്ടൊരു പുഞ്ചിരിയും. ഇനിയിപ്പോൾ സമാധാനമായി കുറച്ച് നേരത്തേക്ക് കണ്ണൻ്റെ കാര്യത്തിന്. അപ്പോൾ വേഗം പറഞ്ഞു അത് മതിയോ അമ്മ, അത് മതി. ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് ധ്രുവൻ, അമ്മ പറഞ്ഞതല്ലേ ധ്രുവൻ കേട്ടെ. അപ്പോൾ കണ്ണൻ്റെ അമ്മ പറഞ്ഞത് കേൾക്കണ്ടേ, അമ്മ പറഞ്ഞത് കേൾക്കണം. അപ്പോൾ വേഗം അത് സമ്മതമായി. വേഗം പോയി ആ കദംബ വൃക്ഷത്തിൻ്റെ, യമുനയുടെ നദിയുടെ കരയിലുള്ള കദംബ വൃക്ഷത്തിൻ്റെ ചോട്ടിലിരുന്ന് തപസ്സിരിക്കുക. കണ്ണൻ്റെ ഇരിപ്പങ്ങോട്ട് കണ്ടാൽ ഇപ്പങ്ങോട്ട് പ്രത്യക്ഷപ്പെടും എന്നുള്ള രീതിയിലായിരിക്കണേ. യോഗീശ്വരന്മാരൊക്കെ ഇരിക്കണ പോലെ പറഞ്ഞു, എന്തൊരു മാതിരിയായിരിക്കണേ. അത് കാണുമ്പോൾ തന്നെ അത്രയും നമ്മുടെ ഉള്ളിലൊരു ഭക്തിഭാവം വരണു. കുറച്ച് നേരം കൗതുകത്തോടുകൂടി യശോദാമ്മയും നന്ദഗോപരൊക്കെ അത് നോക്കി നിന്നു. രോഹിണിയും ബലരാമേട്ടനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. എല്ലാവരും ഇങ്ങനെ ആ കൗതുകത്തോടു കൂടി കണ്ണൻ്റെ ഇരിപ്പൊക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരവരുടെ കാര്യങ്ങൾക്കായിട്ട് പോവുകയും ചെയ്തു. പോയി അവിടെ ഇരുന്നു. ഭഗവാൻ സ്മരിച്ച മാത്രയിൽ ആ സരസ്വതി അവിടെ മുന്നിൽ വന്നു. അത് ഏത് ഭാവത്തിലെ ബാലസരസ്വതിയായിട്ടാണ് മുന്നിൽ വന്നത്. അപ്പോൾ ഒരിക്കൽ കണ്ണൻ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. അതായത് ഗോലോകത്ത് വെച്ച് ഒരിക്കൽ രാധാറാണിയുടെ പിറന്നാളിൻ്റെ സമയത്ത്, അത് ആ പിറന്നാൾ സമയത്ത് ഈ സരസ്വതി ദേവി മനോഹരമായിട്ട് വീണ മീട്ടിയിട്ട് എല്ലാവരും സന്തോഷിച്ചപ്പോൾ കണ്ണൻ ചോദിച്ചു എന്ത് വരാണ് വേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ആദ്യമായിട്ട് ഭൂമിയിൽ എന്ന ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ആദ്യമായിട്ട് കൊണ്ടാടിയ ഒരാഘോഷം എന്ന് പറയുന്നത് രാധാറാണിയുടെ പിറന്നാളാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയാണ് ഗോലോകരാധ പ്രകടമായ ദിവസം. അപ്പോൾ അന്ന് ചോദിച്ചു എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങയുടെ ആ ലീലകളാടണ സമയത്ത് ഭൂമിയിൽ വന്ന് ആ വൃന്ദാവനത്തിൽ വരണ സമയത്ത് അവിടെ ഇരുന്നൊന്ന് വീണ മീട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അന്ന് പറഞ്ഞു. ആ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലീലകളൊക്കെ. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായിട്ട് ചമ്പറം പടിഞ്ഞിരിക്കുന്നു. ആ ചമ്പറം പടിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ബാല സരസ്വതിയെ എടുത്ത് മടിയിൽ വെച്ചു. കേവലം ഒരു 10-12 വയസ്സുള്ള ഭാവമാണ്. എടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് ആ ഒരു ഇത് സരസ്വതി ദേവി കലം ഉടയ്ക്കാനാണ് കണ്ണം വരിക. അതാണ് കലം. ഇനി അടുത്ത കഥ കലത്തിൻ്റെ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീണ മനോഹരമായി വീണ മീട്ടാൻ തുടങ്ങിയതിനനുസരിച്ചിട്ട് അതിസുന്ദരമായിട്ട് കണ്ണൻ വേണു ഊതാൻ തുടങ്ങി. കണ്ണൻ വേണു ഊതുന്ന ആ മാത്രയിൽ സർവചരാചരങ്ങളും ധ്യാനത്തിലങ്ങോട്ട് അലിഞ്ഞു പോയി എന്ന് പറയാം. അതിലങ്ങോട്ട് എല്ലാവരും എന്താ പറയുക, ധ്യാനനിഷ്ഠരായിട്ട് പോയി എന്നുള്ള. ഓരോരുത്തരും അവരവർ ചെയ്തിരിക്കുന്ന ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ തന്നെ ലയിച്ച് അങ്ങനെ നിന്ന് പോയി, എല്ലാം മറന്ന് നിൽക്കുക എന്ന് പറയില്ലേ, അതുപോലെ ആ ഒരു അവസ്ഥയെ പ്രാപിച്ചു. ആ വ്രജം മുഴുവനും ആ പരമാനന്ദത്തിൽ അലിഞ്ഞ് ധ്യാനത്തിൽ ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് ദേഹബോധം ഇല്ലാണ്ട് നിന്നു. അങ്ങനെ ആ ഒരു രംഗത്തിൽ സരസ്വതി തിരിച്ച് യാത്രയായി ഇപ്പോൾ കുഞ്ഞുണ്ണിയായി വീണ്ടും ആ കുഞ്ഞുണ്ണിഗണനായിട്ട് ആ കദംബ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് വേണു ഊതാൻ തുടങ്ങി. ആ വേണുനാദം കേട്ടപ്പോൾ ആരാണോ എല്ലാം മറന്ന് ആനന്ദത്തിൽ ലയിച്ചു നിന്നവരൊക്കെ വീണ്ടും ഉണർന്ന് ആ ഉണർവിലേക്ക് വന്നു.
വന്നിട്ട് എവിടുന്നാണ് അതിമനോഹരമായിട്ടുള്ളൊരു വേണുഗാനം, ഒരു ഗാനം കൊണ്ട് എല്ലാവരെയും മയക്കി മറ്റു വേണുഗാനം കൊണ്ട്, അതാണ് ഭഗവാന്റെ കാര്യം. ഭഗവാനേ പറ്റുള്ളൂ അതിനൊക്കെ, ഒരേ വേണുഗാനം തന്നെ. അപ്പോൾ എവിടുന്നാണ് ഈ അതിമനോഹരമായ വേണുഗാനം എന്ന് ആലോചിച്ചിട്ട് നോക്കുമ്പോൾ കദംബ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് കണ്ണടച്ച് എല്ലാം മറന്ന് കണ്ണൻ വേണൂതുണ്ട്. എല്ലാ പശുക്കിടാങ്ങളും ആ കണ്ണൻ്റെ ചുറ്റിലും വന്ന് അത്ഭുതത്തോടുകൂടി കണ്ണനെ കൗതുകത്തോടുകൂടി നോക്കണു. അവരുടെ കണ്ണുകളിൽ നിന്നിങ്ങനെ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകണുണ്ട് ആനന്ദം കൊണ്ട്. ആ പശുക്കിടാങ്ങളുടെ അത്ഭുതമായ കാഴ്ച കണ്ടിട്ട് നന്ദഗോപരും രോഹിണിയും യശോദാമ്മയും ബലരാമേട്ടനൊക്കെ, ബലരാമേട്ടന് അത്ര അത്ഭുതമൊന്നുമില്ല, കാരണം കണ്ണനെ പറ്റിയിട്ട് അറിയുന്ന ആളാണല്ലോ ബലരാമേട്ടൻ. എല്ലാവരും അത്ഭുതത്തോടുകൂടി നിൽക്കണു. വ്രജവാസികൾ മുഴുവനും ആ വേണുഗാനത്തിൽ അലിഞ്ഞ് ആ നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ മുറ്റത്ത് എത്തിച്ചേർന്നു. അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നപ്പോൾ കണ്ണൻ പതുക്കെ ആ വേണുഗാനം നിർത്തിയിട്ട് കണ്ണു തുറന്നിട്ട് നന്ദഗോപരെ കണ്ട വഴി ഓടി ആ ബാലചാപല്യത്തോടു കൂടിയിട്ട് അച്ഛാ ഞാനീ പ്രാർത്ഥിച്ചപ്പോൾ സരസ്വതി ദേവി വന്നു അച്ഛാ, സരസ്വതി ദേവി ഒന്ന് എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത് ഓടക്കുഴൽ ഊതാൻ പറ്റിയത് എന്ന് പറയണ്ടേ. ഇത് വിശ്വസിക്കണ്ടേ എന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. സത്യമാണോന്നോ, കാരണം അപ്പോൾ ഈശ്വരനാണ്, സാക്ഷാൽ ഭഗവാനാണെന്നുള്ള ഭാവം പലപ്പോഴും അവർക്ക് തോന്നും. അപ്പോൾ പല രംഗങ്ങളും ഓർത്തു. ഗോപക്കുട്ടികൾ പറഞ്ഞു അല്ലേ, ആ ഗോപക്കുട്ടികൾ പറഞ്ഞു ആ കാളവണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഭഗവാൻ 28 ആയ ഭഗവാൻ കാലുകൊണ്ട് തൊട്ടപ്പോഴാണ് അത് പൊടിഞ്ഞു പോയേ. അതുപോലെ മുട്ടുകുത്തി ചെന്ന് കണ്ണൻ ഒരലിട്ട് വലിച്ചപ്പോഴാണ് ആ മരങ്ങൾ വീണേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് 2 ആൾക്കാർ വന്ന് കണ്ണനെ പ്രാർത്ഥിച്ചു എന്നെല്ലാം കേട്ടത്. അതൊക്കെ വിശ്വസിക്കണോ, എങ്ങനെയാണ് എന്ന് ഉള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ പറഞ്ഞു അച്ഛാ, അപ്പം അച്ഛന് മനസ്സിലായില്ലേ, ആ ഓടക്കുഴൽ കിട്ടിയപ്പോൾ അതിപ്പോൾ എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം. അപ്പോൾ ഇനി എന്നെ വനത്തിലേക്ക് പറഞ്ഞയച്ചൂടെ അച്ഛാ. ഇപ്പോൾ അതാ കണ്ടോ, അപ്പോഴും മറന്നിട്ടില്ല. നമ്മളാണെങ്കിലോ ഇത് കിട്ടിയാൽ അതും വച്ചിരിക്കും, മറക്കും. കണ്ണനെ അതാ പറഞ്ഞ, കണ്ണനോടൊരു കാര്യം പറഞ്ഞാൽ കണ്ണൻ മറക്കില്ല എന്നുള്ളതാണ്. അതുപോലെ പണ്ട് ഈ ഭക്തപ്രിയ മാസിക, ഗുരുവായൂരപ്പൻ്റെ മാസിക എല്ലാവരും കേട്ടോ. ഭക്തപ്രിയ എന്നിട്ടൊരു മാസികയുണ്ട് ഗുരുവായൂർ. അത് ആദ്യത്തെ എഡിഷൻ. അപ്പോൾ എൻ്റെ അച്ഛൻ എല്ലാ മാസവും ഗുരുവായൂർക്ക് പോകും. ആദ്യത്തെ എഡിഷൻ ഭക്തപ്രിയ മേടിച്ചു കൊണ്ടു. അത് ഗുരുവായൂരിൽ നിന്നുള്ള മാസികയെന്ന് കേട്ടപ്പോൾ എനിക്ക്, അപ്പം ഞാൻ ചെറുതാണ്, 12 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കുന്നേ ഉള്ളൂ. നല്ല ഓർമ്മയുള്ള കാലത്ത് എത്രയാണെന്നറിയില്ല. അപ്പോൾ ആ സമയത്ത് ഇത് കൊണ്ടുവന്നപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ ഇതൊക്കെ ഇങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലെന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പൻ്റെ മാസികയാണല്ലോ ഭക്തപ്രിയ മാസിക, ഇത് ഗുരുവായൂരപ്പൻ വായിക്കും, ഇതിലെഴുതിയേക്കണ്ടൊക്കെ ഭഗവാൻ വായിക്കും, അതാണ്. അപ്പോൾ അന്ന് കാണുന്ന സ്വപ്നങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ, മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് കാലാട്ടിയിട്ട് ഇങ്ങനെ ഭക്തപ്രിയ വായിക്കുക കണ്ണൻ. അതല്ല വെച്ചാൽ പിന്നെ കാണണത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഈ ഉമ്മർപ്പടി ഉണ്ടല്ലോ, ഉമ്മർപ്പടിയുടെ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട്, അതുപോലെ നമ്മുടെ അവിടെയൊക്കെ 4 കെട്ട് കണ്ട് ശീലമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് ഈ കാല് ഇട്ടിട്ട് കാലാട്ടിയിട്ട് അതിങ്ങനെ നീക്കി വെക്കട്ടെ, ഒരു ശ്രദ്ധ പോകണം. അപ്പോൾ ഇങ്ങനെ കാലാട്ടിയിട്ട് ഇങ്ങനെ കണ്ണൻ ഇങ്ങനെ ഈ ഭക്തപ്രിയ വായിക്കണതാണ്. അങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതാണ് സ്വപ്നം കാണുക. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇതിലേക്ക് ഒരു കവിത, എനിക്ക് കവിത എഴുതാൻ, ഞാൻ ഒന്നും എഴുതാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, എഴുതിയിട്ടുമില്ല അങ്ങനെ. ഇതിലേക്ക് എന്തെങ്കിലും കവിത എന്നാണ് ആദ്യം തോന്നിയത്. കവിതകളോടൊരു ഇഷ്ടം കൂടുതലുണ്ടാവും. ഒരു കവിത എഴുതി കൊടുത്താൽ ആ ഭഗവാൻ അത് വായിക്കില്ലേ, ഇതുപോലെ കാലം നീട്ടി. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ നമ്മൾ എഴുതി കൊടുത്തത് വായിക്കേണ്ടതൊക്കെയായി അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ ഈ കുട്ടികളൊക്കെ എഴുതി കൊടുത്താൽ ഇത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയെന്നൊന്നും നിശ്ചയമില്ലാത്തതുകൊണ്ട് അത് വേണ്ട എന്ന് കണക്കാക്കി ഇരുന്നു. പിന്നെ അത് മറന്നുപോയി. കുറേ ഓരോ തോന്നലുകളാണല്ലോ. ഗുരുവായൂരപ്പൻ്റെ പോലെയല്ല നമ്മൾ. ഗുരുവായൂരപ്പൻ മറക്കില്ല, നമ്മൾ മറക്കും. പിന്നെ അത് മറന്നുപോയി കഴിഞ്ഞിട്ട് പിന്നീട് എന്താ വെച്ചാൽ, കുറേ കഴിഞ്ഞ് ഒരു 40-45 വയസ്സൊക്കെ ആയ സമയത്ത് ഒരു ദിവസം കോഴിക്കോടേക്ക് പോവുകയാണ്. അന്ന് കോഴിക്കോട് താമസിച്ച സമയത്ത് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്, അപ്പോൾ കുറുമാലിക്കാവിൽ അമ്മയുടെ അവിടെ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച വഴി പെട്ടെന്ന് മനസ്സിലിങ്ങനെ
വരികൾ. അംബികേ ജഗദംബികേ മംഗളേ അംബുജാദളാലോചനേ ശ്യാമളേ അൻപോടെന്നെ അനുഗ്രഹിച്ചിടണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി. വേഗം എഴുതി വെച്ചു. അത് എഴുതി വെക്കാനൊരു കടലാസില്ല. നോക്കിയപ്പോൾ ന്യൂസ് പേപ്പർ ഇവിടുന്ന് എടുത്തുകൊണ്ടുണ്ട് അവിടെ ചെന്ന് വായിക്കാൻ. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറേ കഴിയുമ്പോൾ വച്ച് കഴിഞ്ഞ് പിന്നെ ആശയുണ്ടെനിക്കൻ പരമേശ്വരി മുഖാംബുജം നിത്യവും കാണുവാൻ ആപൽ ബാന്ധവേ എന്നും എന്നുള്ളത്തിൽ ആപത്തേതും അകറ്റി വാണിടണേ. ഇന്നെനിക്കില്ല മറ്റാരുമാശ്രയം ഇന്ദുചൂഢപ്രിയായൊഴിഞ്ഞാരുമേ ഇണ്ടലെല്ലാം അകറ്റി രക്ഷിക്കണേ ശ്രീ ഗുരുമാലിക്കാവിൽ ഭഗവതി. അങ്ങനെ ഓരോന്നും തൊട്ടിട്ട് വരെ ഓരോ അതിൽ ഒക്കെ വന്നപ്പോൾ എൻ്റെ പെറ്റമ്മയായി തുണയേകണേ എൻ്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ എന്നും എന്നാടും വീടും കാത്തിടണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി. ഇടയിലിടയിലുള്ള ശ്ലോകങ്ങളെ ചെല്ലണുള്ളൂ കേട്ടോ, മുഴുവൻ ചെല്ലണില്ല. ഐഹികമാം സുഖങ്ങളെല്ലാം വെറും മിഥ്യയാണെന്നറിയാതലഞ്ഞു ഞാൻ കൈപിടിച്ചു കരകയറ്റിടണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി. അപ്പോൾ പറയാണ്, ഒട്ടുമില്ലെനിക്കർഹത എങ്കിലും ഒന്നുമില്ല നിനക്കേകുവാനെങ്കിലും ഒട്ടും വൈകാതെ എന്നിൽ കനിയണേ ശ്രീ കുറുമാലിക്കാവിൽ ഭഗവതി. ഔചിത്യം പോലും ഓർക്കാതെ ഞാൻ മതമത്സരങ്ങളിൽ പെട്ടുപോയി ശ്രീമയി ഔഷധമായി നീ എനിക്കേകണേ നിർമ്മല ഭക്തി ദേവി മഹേശ്വരി. അങ്ങനെ തൊട്ടിട്ട് വരെയുള്ളത് ഇതൊക്കെ കുരുകുരുന്നനെ ആ പേപ്പറിൻ്റെ ഇങ്ങനെ തന്നെ എന്തൊന്നായി എഴുതണേ. ആ പേപ്പർ വായിക്കാനുള്ളത് അത് മുഴുവൻ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ചീത്തോറുണ്ട്. ഞാനതൊന്നും നോക്കാണ്ട് ഇത് എഴുതിയൊക്കെ ഇത് മറന്നാൽ പിന്നെ കിട്ടില്ലല്ലോ. പിന്നെ അവിടെ കോഴിക്കോട് ചെന്ന് ഇതൊക്കെ ഒരു കടലാസിൽ പകർത്തി വെച്ചു. അങ്ങനെ പകർത്തി വച്ചതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സപ്താഹം കേൾക്കാൻ, ഇത് എഴുതിയതിന് ശേഷം എനിക്ക് സപ്താഹം കേൾക്കാനായിട്ട് അവസരം ഉണ്ടായത്. അപ്പോൾ അത് ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരിയുടെ സപ്താഹമാണ്. അപ്പോൾ അവിടെ പോയി 2-3 ദിവസമൊക്കെ സപ്താഹത്തിന്. അതും ഇതുപോലെ ഗുരുവായൂരപ്പൻ തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു വടകരയിൽ. അപ്പോൾ കാലത്ത് 6 മണിക്ക് പോകും, പിന്നെ വൈകുന്നേരം 7:30 വരുമ്പോൾ. അപ്പം ഞാൻ തന്നെ വീട്ടിലിരിക്കേണ്ട, സ്കൂൾ വെക്കേഷൻ സമയമായിരുന്നു, കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നേക്കായിരുന്നു. അപ്പോൾ പറഞ്ഞു, താൻ എൻ്റെ കൂടെ പോരെ, ഞാൻ അവിടെ അമ്പലത്തിൽ ഇറക്കാം, വരുമ്പോൾ കൂട്ടിക്കൊണ്ടിരാമെന്ന്. അത് കാരണം ഫുള്ളായിട്ട് ആ സപ്താഹം കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ അവിടെ ചെന്ന് ഒരു ദിവസം എനിക്ക് തോന്നി, ഈ എഴുതിയത് ഇദ്ദേഹത്തിനെ ഒന്ന് കാണിച്ചാൽ, വെറുതെ അദ്ദേഹം ഭാഗവത സപ്താഹാചാര്യനൊക്കെ അല്ലേ, അപ്പോൾ അതൊന്ന് എഴുതിയത് കാണിച്ചാലോ എന്ന് വിചാരിച്ചു. ഇത് നന്നായി ഇങ്ങനെ പകർത്തിയൊക്കെ കൊണ്ടുപോയി അദ്ദേഹത്തിന് ഉച്ചനേരത്ത് ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമസ്കരിച്ചിട്ട് ഇത് കൊടുത്തു. വേഗം വായിച്ചു നോക്കിയിട്ട്, ഇതെന്തിനാ ഇതെനിക്ക് കിട്ടിയിട്ട് പ്രയോജനമൊന്നുമില്ല. അദ്ദേഹത്തിനോട് പറയാണ്, ഇതൊക്കെ ഇവിടെയാണ് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരാളിരിക്കുന്നുണ്ട്, ആളുടെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഇതാരാന്ന് മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇദ്ദേഹമാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഒന്ന് കാണണമെന്ന് കൊതിച്ച് ആഗ്രഹിച്ചിരുന്ന ആളാണ് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറ്. അത്രയും ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ധാരാളം അച്ഛൻ ഗുരുവായൂർ വരുമ്പോഴൊക്കെ പണ്ടിങ്ങനെ ഒരു ഇതിലിടുന്ന ടേപ്പ് റെക്കോർഡിലിടുന്ന കാസറ്റ് ഉണ്ട്. ആ കാസറ്റിൽ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ പാട്ടുകൾ കേട്ട് ഒരുപാട് കാണാൻ മോഹിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം പത്നിയും കൂടിയിട്ട് അവിടെ ഇരിക്കണേ. വേഗം അത് വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കി വായിച്ച് നോക്കിയിട്ട് ഗംഭീരമായിണ്ടല്ലോ ഇദ്ദേഹം പറയാണ്. എന്നിട്ട് അടുത്ത് സുദർശനേ എന്ന്. അപ്പോൾ അതിൽ സുദർശന എന്ന് എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്. പക്ഷേ കുറേ കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരു വ്യക്തി വിളിക്കണ പോലെ, അതായത് ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് വിളിച്ചിട്ടുണ്ടാവുക, ഉറപ്പാണ് ഗുരുവായൂരപ്പനാണ്. സുദർശനേ, ഇത് നമുക്ക് ഭക്തപ്രിയല കൊടുക്കാമെന്ന്. ആദ്യമായിട്ട്
അപ്പോൾ അത് ആലോചിച്ചൊക്കെ ആദ്യമായിട്ട് എഴുതിയത് അതാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതണേ. അപ്പോൾ അത് ആഗ്രഹിച്ച പോലെ തന്നെ അത് ഭക്തപ്രിയയിൽ കൊടുക്കാമെന്ന് അദ്ദേഹം അതിൻ്റെ ഇതായിരുന്നു. അങ്ങനെ ആ ഒരു കുറുമാലിക്കാവിൽ ദേവി സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അത് ഭക്തപ്രിയയിൽ വരികയുണ്ടായി. അപ്പം നമ്മൾ പറഞ്ഞാലും ഭഗവാൻ മറക്കില്ല. അതുപോലെ ഓടക്കോയിൽ കൊടുത്ത് കണ്ണനെ പറ്റിക്കാം എന്നൊക്കെ വിചാരിച്ചാലും കണ്ണൻ പറഞ്ഞു, ഇപ്പോൾ കണ്ടോ അച്ഛാ, ഈ പശുക്കുട്ടികളൊക്കെ കണ്ടോ, എൻ്റെ ഓടക്കുഴൽനാദം കേട്ടിട്ട് ഇതാ ഇവിടെ വന്ന് നിൽക്കണു, എൻ്റെ ഓടക്കുഴൽനാദം കേട്ടിട്ട് ഈ പശുക്കളും പശുക്കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനും അച്ഛൻ്റെ പോലെ പശുക്കുട്ടികളെ മേയ്ക്കാൻ ഞാൻ പോവാം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ കണ്ണൻ്റെ നിർബന്ധം അറിയാം. കണ്ണനൊരു കാര്യത്തിൽ നിർബന്ധം പിടിച്ചാൽ അത് നേടിയിട്ടേ അടങ്ങുള്ളൂ എന്നാണ് കണ്ണൻ്റെ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താ അതിനൊരു വഴിയും ചോദിച്ചപ്പോൾ അവിടെയുള്ള പ്രജവാസികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മറ്റുള്ള ഗോപന്മാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കുട്ടികളെയും കൂടിയും ആ പ്രായത്തിലുള്ള കുട്ടികളും ഇത്തിരി മുതിർന്ന കുട്ടികളൊക്കെ ഞങ്ങളുടെ മക്കളെയും കൂടിയിട്ട് ഒരുമിച്ച് ഇവർ ഇന്ന കുട്ടികളാവട്ടെ പശുക്കുട്ടികളെ മേയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് 6ാമത്തെ വയസ്സിൽ എന്നാണ് എപ്പോഴാണ് കണ്ണൻ പോണേ, 6ാമത്തെ വയസ്സിൽ. നമ്മുടെ കുട്ടികളെ 6ാമത്തെ വയസ്സിലൊന്നും മിറ്റത്തേക്ക് നമ്മൾ പറഞ്ഞേക്കില്ല. ആ 6ാമത്തെ വയസ്സിലാണ് കണ്ണൻ ആദ്യമായിട്ട് പശുക്കുട്ടികളെ മേയ്ക്കാനായിട്ട് കാട്ടിലേക്ക് പോകാനായിട്ട്. അതോ പോകുമ്പോഴും ഉണ്ട്, പോണ സമയത്ത് വേഗം എല്ലാം കൊണ്ടുകൊടുത്തു, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഉച്ച അതതിന് എവിടേക്കെങ്കിലും കയറ്റി വെച്ചു, അവിടെ എടുത്തു വെച്ചോളൂ, അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാം എടുത്തു വച്ചു. എന്നിട്ട് പറഞ്ഞു, ഉച്ച വരെ മാത്രം, ഉച്ചയ്ക്ക് ശേഷം പാടില്ല, നിങ്ങൾ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾ തിരിച്ചു വരണം, പശുക്കുട്ടികളെയൊക്കെ കൊണ്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. സമ്മതിച്ചു. പോവാന്ന് പറഞ്ഞു. എന്നിട്ട് പോണ സമയത്ത് മെതിയടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ മെതിയടി നോക്കി കണ്ണൻ്റെ കുഞ്ഞു മെതിയടിയാണ് ആ കൊണ്ടുവന്ന് വെച്ച മെതിയടി. ഇതെന്താമ്മേ, ഇതിട്ടിട്ട് വേണം പോവാൻ, ഇത് ഞാനിടില്ല. അതെന്താ ഇത് ഇടില്ല എന്ന്. മെതിയടി ഞാനിടണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാ പശുക്കുട്ടികൾക്കും മെതിയടി വേണം. അവരൊക്കെ മുള്ളും കല്ലൊക്കെ ചവിട്ടി നടക്കുമ്പോൾ ഞാൻ മെതിയടി ഇട്ട് നടക്കാൻ പാടും അമ്മേ. അത് കാരണം കൊണ്ട് അവർക്കൊക്കെ എല്ലാവർക്കും 4 മെതിയടി വീതം ഓരോ പശുക്കുട്ടികൾക്ക്. എത്രയോ പശുക്കുട്ടികൾ, അത് സാധിക്കണ കാര്യമാണോ? അപ്പോൾ അങ്ങനെ കണ്ണൻ മെതിയടി പോലും ഇല്ലാണ്ടാണ് ആ വൃന്ദാവനത്തിലേക്ക്. അങ്ങനെയാണ് കണ്ണൻ ആദ്യമായിട്ട് വൃന്ദാവനത്തിൽ ആ പശുക്കളെ മേയ്ക്കാനായിട്ട് പോയത് എന്ന് പറയുക. അങ്ങനെയാണ്. അപ്പോൾ അതിസുന്ദരമായിട്ടുള്ള ആ ഒരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്. ബർഹാപീഠം നടവരവഭു കർണയോ കർണികാരം ബിഭ്രദ്വാസകനകകപിശം വൈജയന്തീം ച മാലാം രന്ധ്രാൻ വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തിം. അങ്ങനെ ആ ഭഗവാൻ അതിമനോഹരമായിട്ട് ആ മയിൽപ്പീലിയൊക്കെ ആ വാർമുടിയൊക്കെ കെട്ടി മയിൽപ്പീലിയൊക്കെ ചൂടി സുന്ദരമായ ഗോപിക്കുറിയൊക്കെ അണിഞ്ഞ് കാതിലെ കർണയോ കർണികാരം എന്നാണ്. കർണികാരത്തിൻ്റെ പൂക്കളെ പോലെയുള്ളതെന്ന് വെച്ചാൽ പറയുക ഈ കൊന്നപ്പൂവിൻ്റെ പോലെയുള്ള ആഭരണം എന്നാണ് പറയണത്. കാതിലണിഞ്ഞിരുന്നു എന്നാണ് പറയണത്. അങ്ങനെ കയ്യിൽ ആ വേണു പിടിച്ച് ധാരാളം മാലകൾ, വൈജയന്തി മാല, മറ്റേ വനമാലയൊക്കെ ചാർത്തി അതിസുന്ദരനായിട്ട് ഒരുങ്ങിക്കൊണ്ട് ആ ഓടക്കോയിൽ ഊതിക്കൊണ്ട്. അപ്പോൾ ആ കുട്ടികളും ഗോപക്കുട്ടികളും ചുറ്റിലും ഉണ്ട്. അവരുടെയൊക്കെ കൂടെ ഒരു നടൻ എങ്ങനെയാണോ ഒരു രംഗപ്രവേശം ചെയ്യണത് ഒരു നാടകശാലയിലേക്ക്, അതുപോലെ ഭഗവാൻ ആ വൃന്ദാവനത്തിലേക്ക് രംഗപ്രവേശം ചെയ്തു. കാരണം ഇനിയത്തെ ലീലകളൊക്കെ ആ വൃന്ദാവനത്തിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിമനോഹരമായ ഒരുപാട് ലീലകളാടിയത് ആ വൃന്ദാവനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ വൃന്ദാവന ലീലകൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവിടെയുള്ള ലീലകളാടാൻ വേണ്ടിയിട്ട് ആ മഹാനടനായിട്ടുള്ള ആ നടവരനായിട്ടുള്ള ഭഗവാൻ ആ വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് ലീലകളായിട്ട് ഇട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ചെരുപ്പ് ഇടാണ്ട ഭഗവാൻ നടക്കണേന്ന് പറഞ്ഞു. അതിനോടനുബന്ധിച്ച ഒരു കൊച്ചു കഥയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സത്സംഗം ഇവിടെ സമർപ്പിക്കാം. അതെന്താണെന്ന് വെച്ചാൽ സമയം കൂടെ ഒന്ന് നോക്കണം കേട്ടോ. അതാണ് ഞാൻ ഇടയ്ക്കിത് നോക്കണേ. അല്ല, സമയം കൂടി നോക്കണ്ടേ.
കാരണം ഇത്ര നമുക്ക് ആരും നമ്മളൊരു ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ ആ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു മുസ്ലിമായിട്ടുള്ള സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ഇതിനു മുമ്പ് ഒരിക്കലും ഈ കഥ പറയാൻ കാലത്ത് ആ പേര് ഞാൻ മറന്നു പോവുക, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരണില്ല. അദ്ദേഹത്തിൻ്റെ ആ ഭഗവാൻ നൽകിയ പേര് എൻ്റെ മനസ്സിലുള്ളൂ കേട്ടോ, അതുകൊണ്ടാവും. അപ്പം അദ്ദേഹം ഒരിക്കൽ അവിടെ ഡൽഹി ആ ഭാഗത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ ഒരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഒരു ചിത്രം കണ്ടു. ചിത്രം കണ്ടത് നല്ല സുന്ദരനായിട്ടുള്ളൊരു നീല നിറത്തിലൊരു ബാലകൻ്റെ ചിത്രമാണ് കാണുന്നത്. കാട്ടിൽ നിൽക്കുകയാണ് ഈ ചിത്രം. അപ്പോൾ ആരോ വരച്ചതാവാം, ഇന്നത്തെ പോലത്തെ ചിത്രമാവില്ല, അങ്ങനെ വരച്ചതോ പച്ചിലകളെ കൊണ്ടൊക്കെ ചുമരിലൊക്കെ ചിത്രം വരയ്ക്കാം, അങ്ങനത്തെ ആണോ എന്നറിയില്ല. എന്തായാലും മനോഹരമായ ചിത്രം കണ്ടു. ചിത്രം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, അധികം കാലമൊന്നും ആയിട്ടില്ല അത് നടന്നിട്ട്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു 200 കൊല്ലറ്റുള്ളൂ എന്ന് തോന്നുന്നു ആ ഒരു അതിൻ്റെ കഥയൊക്കെ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ കാണും എന്ന് തോന്നുന്നുണ്ട് കഥകൾ. ഇദ്ദേഹം കണ്ടപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്, സുന്ദരനായ കണ്ണൻ. നോക്കി നിന്നിട്ട് മതിയാവണില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നോട്ടം എത്തിയത് ആ കണ്ണൻ്റെ പാദത്തിലാണ്. കാടിൻ്റെ ഉള്ളിലാണ് നിൽക്കണത്, പാദത്തിൽ ഒരു ചെരുപ്പില്ല. അപ്പോൾ ചോദിച്ചു, ഇത് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇത് കൃഷ്ണനാണെന്ന് പറഞ്ഞു, കണ്ണനാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊരു സുന്ദരനാണ്, നോക്കി നിന്നിട്ട് പോണില്ല. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത്രയും വലിയ കാട്ടിലേക്ക് ഈ കുട്ടിയെ ആരാ പറഞ്ഞയച്ചത്? അതിൻ്റെ കാലിലൊരു ചെരുപ്പ് പോലും ഇല്ലല്ലോ, മുള്ളു കൊള്ളില്ലേ അതിൻ്റെ കാലിൽ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ നമ്മുടെ ഈശ്വരന്മാരെ പറ്റിയിട്ടുള്ളതൊന്നും അറിയണില്ല. അത് ചോദിക്കുന്ന ആ സമയത്ത് ഈ കടക്കാരൻ അതൊരു പരിഹാസത്തോട് കൂടിയിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ 2 ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നല്ല ധനവാനായിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം 2 ചെരുപ്പ് ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അത് കേട്ട വഴി അദ്ദേഹത്തിന് സന്തോഷമായി. ആ ചെരുപ്പ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം അദ്ദേഹം പോയി. അന്ന് തന്നെ ആ ചെരുപ്പ് കുത്തിയെ കണ്ട് ഏറ്റവും മനോഹരമായിട്ട് നല്ല രീതിയിലുള്ള 2 പാദുകങ്ങൾ ഉണ്ടാക്കിച്ചു, നല്ല സുന്ദരമായിട്ടുള്ള. എന്നിട്ട് അതും കൊണ്ട് ഈ കടയിലേക്ക് വന്നു. ഇവരെവിടെയാണ് താമസിക്കണേന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കടക്കാരൻ ഇതെന്താ ഇതിങ്ങനെ ചോദിക്കണേന്ന് നോക്കണേ. അപ്പോൾ അല്ല, ഈ കുട്ടി എവിടെയാണ് താമസിക്കണേന്നൊന്ന് പറഞ്ഞു തരും. എന്തിനാ ഈ കുട്ടിയുടെ ഈ ചെരുപ്പ് കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും വലിയൊരു വിഡ്ഢിയായിട്ടുള്ള ഒരാളെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചെരുപ്പ് കൊടുക്കാനാന്ന് പറഞ്ഞു. ഇത് അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, ഇത് വൃന്ദാവനത്തിലാണ് ഉള്ളത്, വൃന്ദാവനം കുറേ ദൂരെയാണ്, അവിടെയാണ് ഇങ്ങനെ ഒരാളുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവിടേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു, അങ്ങോട്ട് നടന്നാൽ മതി, അപ്പോൾ അവിടെ എത്തിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അറിയുക എന്ന് എങ്ങനെയാണ് ഈ കുട്ടിയെ ഈ കുട്ടിയെ കണ്ടാൽ അറിയണ്ടേ? നമ്മൾ അന്വേഷിക്കുക, അവിടെ ചെന്നിട്ട് അന്വേഷിക്കുക, വീട് എവിടെയാണ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ വെച്ചിട്ടൊരു സന്യാസിയെ കാണുകയാണ്. അപ്പോൾ ആ സന്യാസിയോട് പറയും, ഞാൻ ഇങ്ങനെ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്, വൃന്ദാവനം എവിടെയാണെന്നറിയോ? അപ്പോൾ പറഞ്ഞു, എന്തിനാണ് വൃന്ദാവനത്തിലേക്ക് പോണേ? അവിടെ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ചെരുപ്പില്ല കാലിലിടാൻ, അത് ചെരുപ്പിടാണ്ട് കാട്ടിൽ നിൽക്കണാണ്ടോ, എനിക്ക് പാവം തോന്നിയിട്ട് ഒരു ചെരുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസി പറഞ്ഞു ഇതായി. അപ്പോൾ സന്യാസി ശരിയായ മാർഗം പറഞ്ഞു കൊടുത്തു. ആ ഒരു പ്രേമഭാവം കണ്ടിട്ട്, ആ കുട്ടിയോടൊരു സ്നേഹം, എന്തുകൊണ്ടാണ് ആ കുട്ടിയുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടനായിട്ടൊരിഷ്ടം എന്നല്ലാണ്ട് അതൊരു ഭക്തിയൊന്നും ആയിരുന്നില്ല. എന്നിട്ട് പോലും വഴിയിൽ മുഴുവനും അന്വേഷിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് എവിടെയാണ് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ച് നല്ല മനോഹരമായിട്ട് ഹിന്ദിയിലൊരു കവിതയൊക്കെ ഉണ്ട്, ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനം ഖാൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ വൃന്ദാവനത്തിലെത്തി. എന്നിട്ട് ചോദിച്ചു, കൃഷ്ണൻ്റെ വീട് ഏതാന്ന് ചോദിച്ചു.
അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ്റെ വീട് എന്ന് പറഞ്ഞാൽ മന്ദിരം, ശ്രീകൃഷ്ണൻ താമസിക്കുന്ന മന്ദിരം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഗുരുവായൂരപ്പനെ പോലെയുള്ള മന്ദിരമാണ് ഭാഗ്യബിഹാരിയുടെ മന്ദിരമാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം വേഗം അങ്ങനെ അന്വേഷിച്ച് അവിടെ എത്തി. ആ മന്ദിരത്തിൻ്റെ പടിക്കലെത്തി കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം മുസ്ലിമായിട്ട് സഹോദരനാണല്ലോ, ഇദ്ദേഹത്തിന് അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ അകത്തേക്ക് കയറാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു. എനിക്ക് അകത്തേക്ക് കയറണ്ട, എനിക്ക് ആ കൃഷ്ണനെ ഒന്ന് കണ്ടാൽ മതി, ഒന്ന് വിളിക്കുമോ, ആ കണ്ണനെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. കണ്ണനെ വിളിക്കുകയെ, അങ്ങനെ നിങ്ങൾ വിളിച്ചാലൊന്നും ഇങ്ങോട്ട് വരില്ല. അയ്യോ അങ്ങനെ പറയരുത്, ഒന്ന് വിളിക്കണം, എനിക്ക് കാണണം, കണ്ണനെ കാണണം, കണ്ണൻ്റെ കാലിൽ ചെരുപ്പ് ഇടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും ദിവസം അറിയാണ്ടായാലും കൃഷ്ണനാമം ജപിച്ചതോട് കൂടിയിട്ട് അത്രയും ഒരു പ്രേമഭാവം, ഒരു ഭക്തി കാണാണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഭാവമായി. അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടും സമ്മതിക്കണില്ല. അവർ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറ്റില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പറഞ്ഞയച്ചു. അപ്പോൾ ഈ വല്ലാത്ത സങ്കടമായി. വീട് കണ്ടുപിടിച്ചിട്ടും ഇത്ര വരെ എത്തിയിട്ടും ഈ ചെരുപ്പ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഒരുപാട് സങ്കടമായി. അങ്ങനെ ഒരുപാട് സങ്കടമായിട്ട് ഇദ്ദേഹം അവിടെ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ രാത്രിയായി, വീടൊക്കെ അടച്ച്, അമ്പലമൊക്കെ അടച്ച് എല്ലാവരും പോയ സമയത്ത് ഇദ്ദേഹം വീണ്ടും ആ പടിയിൽ ചെന്ന് നിന്ന് ഉറക്ക കരഞ്ഞു. ഇവിടെ വരെ വന്നോട്ടും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പണ്ട് അകത്ത് നിന്ന് തളയുടെ കിലുക്കം കേൾക്കണം. ആ തളയുടെ കിലുക്കം കേട്ടിട്ട് ആരോ വന്ന് വാതിൽ തുറന്നപ്പോൾ ഈ ആരെയാണോ അന്വേഷിച്ച് നടന്ന അതേ കൃഷ്ണൻ, അതേ ആ ചിത്രത്തിൽ അതേ രൂപത്തിൽ ഇതാ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണം. അപ്പം അങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വരൂ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി ആ കണ്ണും മുഖമൊക്കെ തുടച്ച് മുഖമൊക്കെ കഴുകിച്ച് അവിടെ നൈവേദ്യത്തിന് ഇദ്ദേഹത്തിന് നിവേദ്യം വെച്ചിട്ട് രാത്രിയാകുമ്പോൾ അവിടെ കൃഷ്ണനെയൊക്കെ ഈ പറഞ്ഞോണം കൃഷ്ണൻ രാത്രിയാകുമ്പോൾ വിശന്ന് കരഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഇതൊക്കെ നിവേദ്യങ്ങൾ, പാല്, എന്തെങ്കിലും മധുര പലഹാരങ്ങൾ, പഴങ്ങളൊക്കെ വച്ചിട്ടാണ് നട അടയ്ക്കുക. നമ്മളൊക്കെ നൈവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ നൈവേദ്യം കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് അവിടെ ശുദ്ധാക്കുക. അവിടെ അങ്ങനെയില്ല. അവിടെ രാത്രി ഉറക്കത്തിൽ എണീറ്റിട്ട് വിശന്നാലോ എന്ന് വെച്ചിട്ട് അതിനായിട്ട് അവിടെ വയ്ക്കും. അപ്പോൾ അതെടുത്തിട്ട് ഇദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ അലിഞ്ഞ് തിരിയുക, ഭക്ഷണവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു എന്തിനാ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അപ്പോൾ വേഗം അവിടെ ഇരിക്കുകയാണ്. വേഗം കാല് പിടിച്ച് നോക്കി. അപ്പോൾ കാല് ചുമന്നിങ്ങനെ ചോര പൊടിഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്തിനാ ഈ കാട്ടിലൂടെ അങ്ങനെ ചെരുപ്പിടാണ്ട് ഇങ്ങനെ നടന്നത്? ഈ കാലിൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ചെരുപ്പ് വാങ്ങിക്കൊണ്ടുവന്നതല്ലേ എന്ന് പറയുകയാണ്. ചെരുപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അത് ഈ കാലിലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയും. അപ്പോൾ വേഗം ആ ചെരുപ്പ് കാലിലിടുമ്പോൾ ശരിക്കും പാകം, ആ ചെരുപ്പ് അളവെടുത്തിട്ട് ആയ പോലെ അത്രയും പാകത്തിലുള്ള ചെരുപ്പ് അത് ഇടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേഗം ആ ഭഗവാൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ കാലിലെ മുള്ളു കൊള്ളുക, എനിക്ക് എന്നെ അതൊന്നും ബാധിക്കില്ല, എൻ്റെ കാല് നോക്കൂ എന്ന് പറഞ്ഞു. വീണ്ടും കാല് കാണിച്ചു കൊടുത്തപ്പോൾ ആ കാല് ഒരു പാട് പോലും ഇല്ല. അങ്ങ് ഈ രൂപത്തിലല്ലേ ഇത്രയും കാലം എൻ്റെ പാദങ്ങളെ ധ്യാനിച്ചത്, അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ഞാൻ കാണിച്ചു തന്നത്, എനിക്കിതൊന്നും ബാധിക്കില്ല, ഇവിടുത്തെ ഒന്നും, കാരണം എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ആ സത്യത്തെ ബോധിപ്പിച്ചിട്ട് ആ പാദുകം ഇട്ടിട്ട് രാവിലെ വന്ന് നോക്കുമ്പോണ്ട് ഈ ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഭഗവാൻ പറയും അത്രയും ആ ഒരു പ്രേമരസം ഇത്രയ്ക്കും ഞാൻ ഒരാൾക്കും കണ്ടിട്ടില്ല, അങ്ങ് ഇനി രസഖാൻ എന്ന പേരിൽ അറിയപ്പെടും എന്നാണ് പറയുക. രസഖാൻ്റെ കഥയാണ്. ഇബ്രാഹിം അങ്ങനെ എന്തോ ഒരു പേരാണ് അത്, എനിക്ക് ആ പേര് മറന്നുപോയി ഞാൻ. അപ്പോൾ ആ രസഖാൻ്റെ അങ്ങനെ പേര് കൊടുക്കണം. രാവിലെ വന്നു, ആകെ മുസ്ലിം ഉള്ളിൽ കയറി, വലിയ പ്രശ്നമായി. ആകെ ഇദ്ദേഹത്തിനെ എങ്ങനെ തുറന്നു. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു കുട്ടി വന്നു. ആ കുട്ടി വന്നിട്ടാണ് കൃഷ്ണൻ വന്നു. കൃഷ്ണനെ വാതിൽ തുറന്നു തന്നെ, കൃഷ്ണൻ എനിക്ക് ഇതൊക്കെ തന്നു, കൃഷ്ണന് ഞാൻ ചെരുപ്പിടിച്ചു, നല്ല പാകമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ആ വിഗ്രഹത്തോട് ചേർന്നിട്ട് ആ പാതുകകൾ അവിടെ കാണുന്നു. അത് കണ്ടതോടു കൂടിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ മുമ്പിൽ എല്ലാവരും അദ്ദേഹത്തെ വീണ് നമസ്കരിച്ചു. പിന്നെ അതിനുശേഷം ഇദ്ദേഹം ആ ബാങ്കേബിഹാരിയുടെ ചുറ്റിൽ, ബാക്കിയൊക്കെ വീട്ടിൽ അത്രയും ധനികനായിരുന്നു, അതിനെല്ലാം ഉപേക്ഷിച്ച് പിന്നെ അങ്ങ് തിരിച്ചു പോയിട്ടേ ഇല്ല. ആ ബാങ്കേബിഹാരിയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ശേഷകാലം
അവിടെ ഗംഗാ ബിഹാരിക്ക് സേവ ചെയ്തുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടിയെന്നാണ്. അത് വൃന്ദാവനത്തിലൊരു കഥയും കൂടി. അപ്പോൾ അതാണ് ആ ഭഗവാൻ പാതുകം ഇടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ കഥ കൂടി ഓർമ്മ വന്നു. അതും കൂടി ഇതാ ഇവിടെ ഈ മുല്ലോർലിത്തേവരുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ അത് കേശവിച്ച നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഭഗവാനെ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലേക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ഇനി നമുക്കവിടെ സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരിലും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ദർഹാപീഠം നടവരവപുകർണയോഗർണികാരം ബിഭ്രദ്വാസകനകകപിശം വൈജയന്തിം ച മാലാം. രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രവിശദ്ഗീതകീർത്തിം. ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഒരു കാര്യം കൂടി പറയാനുള്ളത് മറന്നുപോയി. അടുത്ത വെള്ളിയാഴ്ച 26-ാം തീയതി, ഈ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച അല്ല, ഈ വെള്ളിയാഴ്ച 26-ാം തീയതി തൃക്കൊടിത്താനം ഒരു പ്രഭാഷണത്തിന് വിളിച്ചിട്ടുണ്ട്. ഒരു സപ്താഹവേദിയിൽ ഇരുന്ന് പ്രഭാഷണത്തിനാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് സമർപ്പിക്കാം. ആരോടുമുള്ളിൽ പകയേച്ചിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ജയ് ജയ് ശ്രീ രാധേശ്യാം. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം രാധേശ്യാം.